بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ولا تمش في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا كل ذلك كان سيئه عند ربك مكروها ذلك مما أوحى إليك ربك من الحكمة ولا تجعل مع الله إلها آخر فتلقى في جهنم ملوما مدحورا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين من تواضع لله رفعه الله فهو في نفسه حقير وعند الناس كبير ومن استكبر وضعه الله فهو في نفسه كبير وعند الناس حقير حتى لهو أبغض إليهم من الكلب أو الخنزير أولئك كان عنه مسؤولا അതെല്ലാറ്റിനെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്താ ഇപ്പൊ കേൾവിയെ പറ്റി ചോദിക്കാൻ ചോദ്യമുണ്ട്. ഒന്നും കേൾക്കാൻ പാടില്ലേ? കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു എന്നത് ചോദിക്കപ്പെടേണ്ടതാണ്. എന്തിന് നീ അത് കേട്ടു? ചിന്തിക്കാൻ പാടില്ലാത്തത് എന്തിന് നീ ചിന്തിച്ചു? എന്തിന് പ്ലാൻ ചെയ്തു? പറയാൻ പാടില്ലാത്തത് എന്തിന് നീ പറഞ്ഞു? കാണാൻ പാടില്ലാത്തത് എന്തിന് നീ കണ്ടു? അങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്ന് നിഷേധിക്കും. നിഷേധിക്കാൻ ഒരു തക്കം കിട്ടിയാൽ മനുഷ്യൻ നിഷേധിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയവങ്ങളെ വിസ്തരിക്കും. അവയവങ്ങൾ വളരെ വ്യക്തമായി സംശയത്തിന് അതീതമായി തന്നെ എല്ലാം വസ്തുനിഷ്ഠമായി നമുക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ വിളിച്ചു പറയും. അപ്പോൾ അറിവിനനുസരിച്ച് പ്രവർത്തിക്കണം. അറിയാത്തത് പറയുന്നവരുണ്ടോ? എമ്പാടുമുണ്ട്. ഞാൻ ആയത്തിന്റെ തഫ്സീർ വായിക്കാം. വിശദമായി പറയാൻ പറ്റിയ സമയമല്ലെങ്കിലും ആവുന്നതൊക്കെ പഠിക്കണമല്ലോ. എല്ലാവരും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട 9ാമത്തെ വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ആയത്തിന്റെ ഉൾപ്പൊരുൾ 9ാമത്തത് എന്താണ്? ളുൽമ്, അക്രമം. അക്രമം അരുത്, അതാണ് അതിൻ്റെ ഉള്ളിലെ തത്വം. ഈ അവയവങ്ങൾക്കൊക്കെ ഒരു ക്രമമുണ്ട്. അല്ലാത്തതിൽ ഉപയോഗിക്കുമ്പോൾ അത് അക്രമമായി.
സംഅ്, ബസർ, ഫുആദ്, അതിന് ഒരു ശരിയായ റൂട്ടുണ്ട്. ആ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിച്ചാൽ അത് നീ ഉപയോഗപ്പെടുത്തുന്നത് അക്രമത്തിലാണ്. നിന്റെ ദൃഷ്ടിയും നിന്റെ ശ്രവണപുടവും നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും ഓർക്കാനും ആവിഷ്കരിക്കാനും തന്ന മനസ്സും അതിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിയാൽ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്, അക്രമമാണ്. ഖുർആൻ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു, അക്രമം ഉപയോഗിക്കേണ്ട സ്ഥലമല്ലാത്തതിൽ അത് കൊണ്ടുപോയി ഉപയോഗിക്കുക, അതിലേക്ക് തിരിച്ചുവിടുക, അക്രമമാണ്. ആ അക്രമം ചെയ്യരുത്, ചോദ്യം വരാനുണ്ട് എന്നതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, താക്കീത് ചെയ്യുന്നത്. അടുത്ത ആയത്ത് 10-ാമത്തെ അടയാളം വിശദീകരിക്കും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. അറിയാത്തതിനോട്, അറിവില്ലാത്തതിനോട് പിൻപറ്റി പോകരുത്, പിന്തുടർന്നു പോകരുത്. ആദ്യമായിട്ട് അറിയാത്ത ഒരുപാട് വിശ്വാസങ്ങൾ അനുകരിച്ചു പോകരുത്. മക്ക മുശ്രിക്കുകളെയും ലോകത്തെല്ലാ മുശ്രിക്കുകളെയും അല്ലാഹു വിലക്കുകയാണ്. ദുർവിശ്വാസങ്ങളുമായി അവർ ബന്ധപ്പെടാനുള്ള കാരണം അവരുടെ ഇച്ഛക്ക് അടിമപ്പെട്ടതാണ്, ഇച്ഛയെ പിന്തുടർന്നതാണ്. സ്വന്തം ഇച്ഛയാണ് അവരോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യണം. ആദ്യമായ വിഷയത്തിന് പിശാച് അവരെ മനസ്സിൽ അത് സംതൃപ്തിയായി അവതരിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, നേരത്തെ എല്ലാവരും ഒരേ തരത്തിലായിരുന്നു. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, എല്ലാവരും ഒരേ ആശയവും ഒരേ കലിമയും ഉച്ചരിച്ചിരുന്നു. പിന്നീട് എപ്പോഴാണ് ഇതിന് ചേഞ്ച് വന്നത്? 2 വർഷം മുമ്പുള്ള ഒരു സദസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അവര് വരുന്നതിന്റെ തൊട്ടു മുമ്പായി നല്ല നിലക്ക് ജീവിച്ചിരുന്ന ഒരുപാട് സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വാലിഹീങ്ങളുടെ പേരായിരുന്നു വദ്, സുവാ, യഗൂസ്, യഊഖ് എന്നൊക്കെ. അവരുടെ പേരിൽ ആ നാട്ടുകാര് അവരെ പിൻപറ്റി നല്ല രൂപത്തിൽ ജീവിച്ചു പോവുകയായിരുന്നു. ഇവര് മരണമടഞ്ഞപ്പോൾ, വഫാത്തായപ്പോൾ ആ നാട്ടുകാർക്ക് വലിയ ദുഃഖമുണ്ടായി. ആ ദുഃഖം അവര് സഹിക്കാൻ കഴിയാതെ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംഗമിക്കും. എന്നിട്ട് ആ മഹാരഥന്മാരെ കുറിച്ചുള്ള ജീവിതകാലത്തുള്ള നല്ല വിഷയങ്ങൾ അയവിറക്കും, ഓർമ്മകൾ പങ്കുവെക്കും, അല്പം മനസ്സിന് ആശ്വാസം കിട്ടാൻ. അങ്ങനെയുള്ളൊരു സഭയിലേക്കാണ് ശൈത്താൻ വന്നത്. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഹൃദയത്തിനും ശരീരത്തിനുമൊക്കെ അംഗീകാരമുള്ള മഹാന്മാരെ ഇങ്ങനെ ഓർത്തത് കൊണ്ടായില്ല. അവരെക്കുറിച്ച് ശരിയായ മഹബത്ത് വേണോ? അവരുടെ രൂപങ്ങൾ വരച്ച് അത് മുന്നിൽ വെച്ച് അവരെ ഓർക്കണം. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് ശരിയാണ്. ആ രൂപങ്ങളൊന്ന് വരച്ചാൽ അവരൊന്നിങ്ങനെ കാണുമ്പോൾ ഒരു നല്ല ഓർമ്മ ഒന്നുകൂടി വരുമല്ലോ. അത് ഓർക്കാനും നമുക്ക് വീണ്ടും വീണ്ടും അവരെ ഓർമ്മ പുതുക്കാനൊക്കെ സഹായമാണ്. അങ്ങനെ ഈ പറയുന്ന ആൾക്കാരെ രൂപഭാവങ്ങളൊക്കെ വരച്ചു. ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായയിൽ വിശദമായ ചരിത്രം പറയുന്നുണ്ട്. രൂപഭാവങ്ങളൊക്കെ വരച്ച് റെഡിയാക്കി ഇതിങ്ങനെ വെച്ചു. അങ്ങനെ എല്ലാവരും എല്ലാ വൈകുന്നേരവും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ഇങ്ങനെ വരിവരിക്ക് വെച്ച അത് നോക്കിയിട്ട് ഇങ്ങനെ ആ നേതാവ്, ആ ഭാഗത്തുള്ള നേതാവ് വദ് വല്ലാത്തൊരു മനുഷ്യനാട്ടോ. അയാളൊക്കെ ജീവിതം ആൾക്കാരിങ്ങനെ ഓർക്കും, ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു, അനുഭവങ്ങൾ ഇങ്ങനെ പറയും. കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി ഈ വിഷയത്തിൽ അവർ ഏകദേശമൊക്കെ ഒന്ന് ഇരുപ്പുറപ്പിച്ചു എന്ന് കണ്ടപ്പോഴേക്ക് അടുത്ത വിഷയവുമായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഫോട്ടോ നോക്കിയിരുന്നിട്ട് മാത്രം എന്താ കാര്യം? അവര് നിങ്ങളുടെ നേതാക്കളായി പുണ്യാളന്മാരായി വർത്തിച്ചെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇനി അവരെ പോലത്തെ ആളുകളില്ല. അവർ നല്ല പൂർണ്ണരാണ്, സമ്പൂർണരാണ്, തികഞ്ഞവരാണ്. അവരെ നിങ്ങളെ മനസ്സിൽ നിന്നൊരു നിലക്കും വിടാനും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ആ പ്രതിമകൾക്ക് മുന്നിലൊക്കെ തലകുനിച്ചൊന്ന് വണങ്ങണം എന്നൊരു ഉപഭാവം കൊടുത്ത്.
അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പിന്നെ അവരെല്ലാവരും അതിനനുസരിച്ച് പിന്നെ ഓരോരുത്തരും അവരുടെ വീടുകളിൽ, വീട് വളപ്പുകളിൽ, പറമ്പുകളിലൊക്കെ ആ രൂപഭാവങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ അത് പർവ്വതീകരിച്ചു. കല്ലുകളിലായി, മരങ്ങളിലായി, കൊത്തുപണികളിലായി, അതിന്റെ മുകളിൽ സ്വർണം പൂശി, വെള്ളി പൂശി, പലതും പൂശി അങ്ങോട്ട് വികസിച്ചു. കാനന്നാസ് ഉമ്മത്തൻ വാഹിദ, നേരത്തെ ഒന്നായിരുന്നു. പിന്നെ അവർ വിവിധ രൂപങ്ങളിലേക്ക്, ശിർക്കിലേക്ക് പ്രവേശിച്ചു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ നിൽക്കുന്നവർക്ക് സുവിശേഷവും അതിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് മുന്നറിയിപ്പും നൽകി ഒരുപാട് നബിമാരെ അല്ലാഹു തആല അയച്ചു. കിതാബുകളും ഏടുകളുമായി അവർക്ക് സുവിശേഷ ഗ്രന്ഥങ്ങളും അല്ലാഹു നൽകി. ഇത് സത്യത്തിൽ ആദ്യം അവർക്ക് വന്നത് അവരുടെ ഹവയാണ്. പിന്നെ അതങ്ങനെ തുടർന്നു വന്നു. ആ ഘട്ടങ്ങളൊക്കെ അമ്പിയാക്കൾ ഓരോ കാലത്തും ചേഞ്ച് വരുത്തി തൗഹീദ് പഠിപ്പിച്ച് നല്ലോണം പഠിപ്പിച്ച് അവസാനിപ്പിച്ചു. എന്നാലും മനുഷ്യന്മാർ കുറെ ആൾക്കാർ പിന്നെയും ഹവയുടെ പിന്നാലെ പോകും. നമുക്കറിയാമല്ലോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം എല്ലാവിധ തൗഹീദിന്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് നല്ലോണം അള്ളാഹുൽ വിശ്വസിച്ച് മൂസാ നബിയെ വിശ്വസിച്ചൊരു ടീമേറ്റ് ഇങ്ങനെ പോകുമ്പോ അപ്പൊ ആ കൂട്ടര് കണ്ടു ഒരു ഭാഗത്ത് കുറെ ആളുകള് വിവിധ ഇലാഹുകളുമായി കഴിഞ്ഞുകൂടി അവർ ആരാധന നടത്തുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. നിങ്ങൾ നോക്കുക ആൾക്കാരുടെ അവസ്ഥ. അതാണ് ഹവ എന്ന് പറഞ്ഞ ഇച്ഛക്ക് അടിമപ്പെട്ടത് മാറാൻ കുറെ പണിയാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോടാണ് അവർ പറയുന്നത്, ഞങ്ങൾക്കും ഇതുപോലെ കുറെ ഇലാഹുകൾ ഉണ്ടാക്കി തരണം. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ ആണ്, ജാഹിലൂൻ എന്നല്ല, കുറച്ചുകൂടി കടുപ്പത്തിലാണ്. ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, വിവരക്കേട് വളമ്പുന്ന ഒരു സമൂഹം. അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹൻ വഹുവ ഫളലകും അലൽ ആലമീൻ. അല്ലാഹു ഇത്രയും മഹത്വവും ശ്രേഷ്ഠതയും ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ട് ഇനി നിങ്ങൾക്ക് വേറൊരു ഇലാഹിനെ ഞാൻ ആവശ്യപ്പെട്ടുണ്ടാക്കി തരണമെന്നോ? എന്താ നിങ്ങൾ പറയുന്നത്? അപ്പൊ നോക്ക്, അത്രയും ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തിട്ടും ആളുകൾ പിന്നെയും ചോദിക്കുന്നത് അവരെ ഹവക്കനുസരിച്ചുള്ള ഒന്നാണ്, ഒരു ഇലാഹിനെ വേണം. അപ്പൊ എന്താ മനുഷ്യന്മാരുടെ അവസ്ഥ? അങ്ങനെയാണ് ഓരോ കാലത്തും പിന്നീട് അങ്ങനെ മാറി മാറി വന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേറ്റവും നല്ല പാഠങ്ങളാണ് മക്ക മുശ്രിക്കുകളോടും ലോകത്തുള്ള എല്ലാ ആളുകളോടും ഉപദേശിച്ചത്. ഈ അന്ധവിശ്വാസങ്ങൾക്ക് ആധാരമില്ല, അറിവില്ല, ശരിയായ അറിവ് പറയാനുമില്ല, അവലംബമില്ല. അതിനുള്ളത് കാര്യമായി സ്വേച്ഛതയോട് പിൻപറ്റിയതാണ്. ഊഹാപോഹങ്ങളാണ്, പലതും ചിത്രീകരിച്ചുണ്ടാക്കിയതാണ്. ചില കാര്യങ്ങൾ അവർ നിഷിദ്ധമായും ചിലത് അനുവദനീയമായും ഒക്കെ പ്രഖ്യാപിച്ചു അവർക്ക് തോന്നിയത്. അതൊക്കെകൊണ്ടുണ്ടായതാണ്. അവിടൊക്കെ പറയുന്ന വിഷയമാണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ശരിയായ നിലക്ക് അറിവില്ലാത്തതിനോട് പിന്തുടർന്നു പോകരുത്. പിന്നെയോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒട്ടേറെ തഫ്സീറുകളുണ്ട് ഈ ആയത്തിന്. ലാ തശ്ഹദ് ഇല്ലാ ബിമാ റഅതുഹു ഐനാക. നിന്റെ കണ്ണ് കണ്ടതിനല്ലാതെ നീ സാക്ഷി നിൽക്കരുത്. ദാ നമ്മളോട് കള്ളസാക്ഷിത്വം അധികരിച്ച കാലമാണ്. ആളുകൾ പോയി കൊടുത്താൽ മതി, വേണ്ടത് അവർക്ക് ആളുകൾ നൽകും. കണ്ടു എന്ന് നീ പറഞ്ഞാൽ മതി, നീ ആ വിഷയത്തിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ മതി, ഒപ്പിട്ട് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, നിനക്ക് വേണ്ടത് തരാം. നിന്റെ കണ്ണ് കണ്ടതിനല്ലാതെ നീ സാക്ഷി പറയരുത്. വസമിഅതുഹു ഉദ്നാക. നിന്റെ കാതുകൾ കേട്ടതിനല്ലാതെ സാക്ഷി പറയരുത്. വവഅഹു ഖൽബുക. നിന്റെ മനസ്സ് ഹൃദിസ്ഥമാക്കിയതല്ലാതെ നീ പറയരുത്. ഇത് മൂന്നും നീ അറിയാത്തത് പറയുന്ന വിഷയത്തിൽപ്പെട്ടതാണ്. അതെ, ഇവിടെ തന്നെ കാണാം അന്നഹിയു അനിൽ ഖദ്ഫി. ഏതെങ്കിലും ആളുകൾ നാട്ടിലേതെങ്കിലും ആണിനെയും പെണ്ണിനെയും ചേർത്ത് എന്തെങ്കിലും ഒരു ഖദ്ഫിന്റെ വ്യഭിചാരാരോപണത്തിന്റെ കഥ പറയുന്നെങ്കിൽ അതിന്റെ പിന്നാലെ പോകരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല.
കണ്ടവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വാർത്തയിൽ അങ്ങനെ വന്നിരുന്നു, ചാനലിൽ ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേട്ടോ? തള്ളിക്കോളും, പറയണ്ട, ആരോടും പറയണ്ട. പറഞ്ഞാൽ നിങ്ങളത് രൂപപ്പെടുത്തിയാൽ നിങ്ങൾ അതൊന്നും അവലംബിക്കാൻ പറ്റിയതല്ല. തിരുത്തൽ എത്ര വന്നിട്ടുണ്ട്, എത്ര തിരുത്തിയിട്ടുണ്ട്, ഇപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പറയാനുള്ളതല്ല. നാട്ടിലിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നഊദു ബില്ലാഹ്, നമ്മൾ പറയണ്ട, കാരണം നമ്മളെ ദൃസാക്ഷികളായിട്ടില്ല. പറയാൻ പോകണ്ട, ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട. എന്നാ സത്യത്തിൽ അങ്ങനെ നീ കണ്ടു എങ്കിൽ തന്നെ പറയണമെങ്കിൽ എത്ര ആള് വേണം കൂടെ? സത്യത്തിൽ ഒരു വേശ്യാവൃത്തിയിലാണും പെണ്ണും നടത്തുന്നത് കണ്ടാൽ തന്നെ കോടതിയിൽ നിനക്ക് ആ വിഷയം പറയണമെങ്കിൽ, നിനക്കവർക്ക് ശിക്ഷ കിട്ടാൻ ആ വിഷയം പറയണമെങ്കിൽ നീ ഒറ്റക്ക് പോരാ. ഒറ്റക്ക് പോരാ സഹോദരങ്ങളെ. വിശുദ്ധ ഇസ്ലാം അതിന്റെ കാഠിന്യമല്ലേ സൂചിപ്പിച്ചത്? ഒറ്റക്ക് അങ്ങനെ നീ വന്നു പറഞ്ഞാൽ നിനക്ക് പ്രതികരണമായി അടിയാണ് കിട്ടുന്നത്. നിനക്ക് സാക്ഷികൾ 4 കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫജ്രിദൂഹും 80 ജൽദ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ വഉലൈക ഹുമുൽ ഫാസിഖൂൻ. 80 അടി അടിക്കണം, പറഞ്ഞു പോകരുത്, വലിയ ശിക്ഷയാണ്. എന്നാ നിനക്ക് അവരെ ഉപദേശിക്കാമോ? നിനക്ക് മാന്യമായി ഉപദേശിക്കാം, കാര്യങ്ങളൊക്കെ നീ ഉപദേശത്തിലൂടെ പറഞ്ഞു കൊടുക്കാം. മറ്റൊരാളോട് പറയാനോ പറയാൻ പഴുതില്ല. എന്താ വിഷയം അങ്ങനെ വെച്ചത്? നിനക്ക് ശരിയായ ആ വിഷയത്തെപ്പറ്റി അറിയൂലേ? പക്ഷേ അറിവ് ആ വിഷയത്തെപ്പറ്റി പറയണമെങ്കിൽ, മറ്റുള്ളവരോട് പറയാൻ നിനക്കൊരറിവാകണമെങ്കിൽ ആള് പോരാ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഇസ്ലാമിൽ ലിആൻ എന്ന് പറയുന്നൊരു നിയമം വന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ളൊരു വിഷയമാണല്ലോ സഹോദരങ്ങളെ ലിആൻ. സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രഗൽഭനായ സ്വഹാബി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ ഭാര്യന്റെ കൂടെ മറ്റൊരു പുരുഷനെ ഞാൻ കണ്ടാൽ അവനെ വെറുതെ വിട്ടേക്കണമെന്നോ അവനെ ഒന്നും ചെയ്യാതെ വിടണമെന്നോ എനിക്കതിന് സാധിക്കൂല എന്നൊരു ഗൗരവത്തോടെ പറഞ്ഞപ്പോഴേക്ക് ആ കുടുംബത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സഹാബി വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ എന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരാളെ ഞാൻ കണ്ടു അവിഹിത വീഴ്ച നടത്തുന്നത്. സഹോദരങ്ങളെ, ആ വിവാഹിതയായ പെണ്ണിനെ ശിക്ഷ നടത്തണമെങ്കിൽ ഒന്നുകില്ല സഹോദരി സമ്മതിക്കണം, അല്ലെങ്കിൽ 4 സാക്ഷി വേണം. 4 സാക്ഷിയില്ല, എന്നാ കണ്ടത് കണ്ടിട്ടില്ല എന്ന് പറയാൻ അവൾ ഒഴിവുണ്ടോ? ഒഴിവില്ല. അപ്പൊ കണ്ട ആള് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പെണ്ണ് പറയുന്നത് കളവാണെന്ന് 4 പ്രാവശ്യം പറഞ്ഞ്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ ഇപ്പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ ലാനത്ത് എനിക്കുണ്ടാകട്ടെ എന്നും പറഞ്ഞ് പെണ്ണും അതുപോലെ 4 പ്രാവശ്യം സാക്ഷി വിസ്താരം പറഞ്ഞ് 5ാമതായി ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹിന്റെ ലാനത്ത് ഖളബ് എനിക്കുണ്ടാകട്ടെ എന്നും പറഞ്ഞ് പിന്നെ അവര് തമ്മിൽ വേർപിരിയുകയാണ്. ഖിയാമത്ത് നാൾ വരെ പിന്നെ ഒരുമിച്ച് കൂടൂല. എന്നേക്കുമായി വേർപിരിക്കുന്ന ഈ ഒരു സംഗതി ഇറങ്ങിയത് വിഷയത്തിൽ ആള് പോരാഞ്ഞിട്ടാണ്. അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ 4 ആളെ കിട്ടുന്നത് വരെ 4 ആളെ പിടിച്ചു വരുന്നവരെ ആള് ബാക്കിക്കോ? ആള് പോകൂലേ? എന്നാ കണ്ട ആൾക്ക് കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയോ? പക്ഷെ അത് മതിയോ? പോരാ. ആ സ്വഹാബി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നേര് പറയണം, നിങ്ങൾക്ക് ഹദ്ദടിക്കും. ആ സ്വഹാബി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഹദ്ദൊന്നും കിട്ടൂല, ഞാൻ കണ്ടത് തന്നെ. നിങ്ങൾ നേര് പറയണം, ഭാര്യനെ പറ്റി ഇങ്ങനെ ഇല്ലാത്തത് പറയരുത്. ഞാൻ കണ്ടതന്നെ നബിയെ, ഓപ്പണായി കണ്ടതാണ്, ഒരിക്കലും എന്നെ ഹദ്ദടിക്കൂല, ആ വിഷയത്തിൽ എനിക്കൊരു ഹദ്ദും വരൂല, ഇത്രയും സത്യം ഞാൻ പറയുന്നത്. അപ്പോഴാണ് അല്ലാഹു തആല ലിആന്റെ ആയത്ത് ഇറക്കുന്നത്. അത് ആ സ്വഹാബിക്ക് ഹദ്ദ് കിട്ടാതെ മാനക്കേടാകാതെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരുന്നു. പിന്നെ അത്തരത്തിലൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാനും സുഖം ഉണ്ടാവൂലല്ലോ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണേ, എവിടുന്നെങ്കിലും ഒരു വാർത്ത കിട്ടുമ്പോഴേ അത് വെച്ചങ്ങൾ കാച്ചണ്ട.
ബട്ടൺ അമർത്തിയിട്ട് വേഗം അയച്ചു കൊടുക്കണ്ട. നല്ലോണം ആലോചിക്കണം. 100 വട്ടം 1000 വട്ടം ചിന്തിക്കണം. ഈ അയക്കുന്നത് ശരിയാണോ അല്ലേ, അയക്കുന്നത് ശരിയാണോ അല്ലേ. ആരോട് ദേഷ്യം ഉണ്ടായാലും ശരി, ദേഷ്യം ഇല്ലെങ്കിലും ശരി, ഓൻ നിങ്ങളെ അനുകൂലിയാണെങ്കിൽ ശരി, പ്രതികൂലിയാണെങ്കിൽ ശരി, നിങ്ങളെ കളറിലുള്ള പ്രവർത്തകനാണെങ്കിൽ ശരി, അല്ലാത്ത ആളാണെങ്കിൽ ശരി, ബട്ടൺ അമർത്തുമ്പോഴൊക്കെ ചിന്തിക്കണം, ഈ വന്ന മെസ്സേജ് ഞാൻ ഇങ്ങ് കൈമാറുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് ഞാൻ പകർത്തിവിടുന്നത് ഒരു ഖദ്ഫാണെങ്കിൽ എനിക്കുള്ള ശിക്ഷ ഒരാളുടേത് കൂട്ടി നോക്കുമ്പോൾ ഇത്രയാണെങ്കിൽ 1000 ആളുടേത് എത്ര ഉണ്ടാവും? 10,000 ആളുടേത് എത്രയുണ്ടാവും? അവരോടൊക്കെ നീയാണ് ഇത് കാണിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറിന്റെ ഉടനെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കള്ളം പറഞ്ഞ് ആരോപിക്കുന്ന സ്വഭാവം ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്ക് പതിവുണ്ടായിരുന്നു. പരിഹസിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഓരോ വിഷയങ്ങൾ അവർ പറയും. എന്നിട്ട് അതിനവർ പാട്ടുണ്ടാക്കും. ഏതെങ്കിലും ഒരാണിനെ പെണ്ണിനോടും പെണ്ണിനാണിനോടും ചേർത്ത് പാട്ടുപാടിയിട്ട് ഒരുപക്ഷെ ഭർത്താവിനെ വഷളാക്കും, അല്ലെങ്കിൽ ഭാര്യയെ വഷളാക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തെ മൊത്തം അനക്കേടിലാക്കും. ഇങ്ങനൊരു പതിവുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും ഉൾപ്പെടുത്തിയിട്ടാ പറഞ്ഞത്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിങ്ങളൊന്ന് പോയി നോക്കൂ, മറിച്ചു നോക്കൂ. ഇമാം നബവി തങ്ങൾ റിയാദുസ് സ്വാലിഹീൻ ഈ ഒരൊറ്റ ആയത്ത് എത്ര കുറ്റങ്ങൾ ചെയ്യരുത് എന്നുള്ളതിനാ തെളിവാക്കിയത്. 1-നും 2-നും 3-നും 4-നും 5-നും അക്രമമാണ്, അക്രമം ചെയ്യരുത്. അറിവില്ലാത്തതാണല്ലോ കളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിവില്ലാത്ത വിഷയല്ലേ പൊള്ളു പറയുന്നത്. അറിവുള്ളതാണെങ്കിൽ അത് സിദ്ഖായിരിക്കും, സത്യമായിരിക്കും. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. കളവ് പറയരുത്. സമീതു, നീ കേട്ടു എന്ന് പറയും, പക്ഷേ നീ കേട്ടിട്ടില്ല. കണ്ടു എന്ന് പറയും, നീ കണ്ടിട്ടില്ല. അറിഞ്ഞു എന്ന് പറയും, നീ അറിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു വാക്ക് നീ പറയരുത്. വലാ തഖഫു, ഗീബത്ത് പറയരുത് എന്നതിനും തെളിവ് ആയത്താണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. മറ്റൊരാളെ കുറിച്ച് നീ പറയുന്ന വിഷയം നിനക്ക് യാതൊരു പിടിപാടും ഇല്ലാത്തതാകട്ടെ, അയാൾക്ക് ഒരു നിലക്കും അത് യോജിക്കാത്ത വിഷയമാണ് നീ പറയുന്നത്. എന്നാൽ നീ പറയുന്നതിന്റെ പുറമെ കളവിന്റെ പുറമൊരു ഗീബത്തും കൂടിയുണ്ട്. അതും ഒരിക്കലും നിനക്ക് യോജിച്ച വിഷയമല്ല. ഈ തഫ്സീറൊക്കെ പറഞ്ഞിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൽ ലഫ്ള ആമുൻ യതനാവലുൽ കുല്ല. ഈ വിശദീകരണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന വിഷയമാണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. അറിവില്ലാത്തൊരു വിഷയവും നീ പറയരുത്. ഇവിടെ ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നൊരു തഫ്സീറുണ്ട്. അതെന്താണെന്നറിയോ സഹോദരങ്ങളെ? ലാ തദുമ്മ അഹദൻ ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ. അത് ശരിക്കും ശ്രദ്ധിക്കണം. അറിയുന്നൊരു കാര്യം ഒരാൾ പറഞ്ഞു, അപ്പൊ നീ കുറച്ചുകൂടി അറിവാളനായിട്ട് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഞാനും കുറെയൊക്കെ പഠിച്ചു, നിങ്ങൾക്ക് എവിടുന്നത് കിട്ടി? വലാ തദുമ്മ അഹദൻ, ഒരാളെയും നീ ഇകഴ്ത്തരുത്. ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ല അത്തരത്തിലൊരു വിഷയം കൊണ്ട്. അറിയാത്തൊരാൾ പറഞ്ഞു തരാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓടാ അവിടുന്ന്, ആരെന്നോട് പറഞ്ഞു? എനിക്കും കുറെയൊക്കെ അറിയാം. അതാ അതും ഈ പറഞ്ഞു പെട്ടു. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിവാണോ പറഞ്ഞത്? സമ്മതിക്കാനുള്ള മനസ്സുമാണ്. അവനെ ആക്ഷേപിക്കുക ചെയ്യുന്നത്, അതുണ്ടാകരുത്. അറിവുള്ള ഒരാൾ ഒരു വിഷയം പറഞ്ഞു തരാൻ, അപ്പൊ നീ അത് അംഗീകരിക്കണം. അവനെ ഇകഴ്ത്തരുത്. വലാ തത്ബഉ മാ ലാ തഅലമു വലാ യഅനീക. അറിയേണ്ടതില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. നമുക്കറിയില്ല, ആവശ്യമില്ല, എന്തിനാലും പിന്നാലെ പോകും? ആൾക്കാരൊന്നും പിന്നാലല്ലേ? അറിയേണ്ട ആവശ്യം നിങ്ങൾക്ക്? ഒരാവശ്യം. പിന്നെന്തിനാലും പിന്നാലെ പോണ്? പിന്നെന്തിനാ പിന്നെയും 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 പിന്നെ ആ വിഷയം ചോദിക്കുന്നത്? എന്തിനാ? നിങ്ങൾക്കത് അറിയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെന്തിനാലും പിന്നാലെ പോകുന്നു? അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒരു സഹോദരിയെ കണ്ടു. ഹജ്ജിന് പോയ സമയത്ത് ആ പെണ്ണ് എവിടെ ഒറ്റപ്പെട്ടു പോയി, വൈവിട്ട് പോയതാണ്. വൈതെറ്റിപ്പോണ്ടല്ലോ പലരും. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഒരു കറുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ വാഹനേറ്റ് അടുത്തെത്തി നോക്കുമ്പോൾ
ഒരു പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി. ശരീരത്തിന്റെ രൂപം കണ്ടപ്പോൾ, കോലം കണ്ടപ്പോൾ, മുഖമൊന്നും കാണുന്നില്ല, മറച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ പെണ്ണിനോട് വല്ല സഹായം വേണമെന്ന് ചോദിച്ചപ്പോ, സഹായിച്ചാൽ അള്ളാഹു തആല നിങ്ങളെ സഹായിക്കും എന്നുള്ള അർത്ഥത്തിൽ ആയത്ത് ഓതി. സഹായിച്ചാൽ, എന്നെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങൾ എന്താ അവിടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വഴി തെറ്റിപ്പോയതാണെന്നുള്ള അർത്ഥത്തിൽ ഒമൻ യുദ്ലില്ലാഹു ഫലാ ഹാദിയ ലഹ്, വഴി തെറ്റിയാൽ പിന്നെ വഴി കാണിച്ചു തരുന്ന ആൾ അള്ളാഹു തആല അല്ലാതെ ആരും ഇല്ലല്ലോ എന്ന ആയത്ത്. അപ്പൊ മഹാനവർക്ക് മനസ്സിലായത് തെറ്റിപ്പോയതാണ്. കാരണം ആ സൂചനയുള്ള ആയത്തൊക്കെ ഓതുന്നത്. അങ്ങനെ വാഹനം നിർത്തിക്കൊടുത്തു, ഒരു ഭാഗത്ത് നിർത്തി. ഈ സഹോദരി വാഹനത്തിൽ കയറി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ വാഹനത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് മുന്നിലുണ്ട്. കൂടാരത്തിൽ ഈ സഹോദരി ഇരുത്തിയിട്ടുണ്ട്. ഒരു പ്രായമുണ്ട്, കുറച്ച് പ്രായമുണ്ട്, ഈ ഉമ്മാനെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നാട്ടുകാരിയാണ്, ഏത് കുടുംബാണ് എന്നുള്ള വിഷയം ചോദിച്ചപ്പോഴേക്ക് ആയത്ത് വന്നു. എന്ത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിയേണ്ട ആവശ്യമില്ലാത്തത് ചോദിക്കണ്ടാന്ന്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം ഞാൻ ആയത്തോതി പറഞ്ഞു തന്നു. ഞാൻ വഴിതെറ്റിയ ആളാണ്, എവിടെയാണ് നിങ്ങളെ എവിടെ കൊണ്ടുവിടേണ്ടത്? അപ്പൊ കൊണ്ടുവിടേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തു. എവിടുന്നാ വന്നതൊന്നും എവിടുന്നാ പോയതൊന്നും. എങ്ങനെയാ ഒതുക്കി കൊടുത്തത്? മിനൽ മസ്ജിദുൽ ഹറാം മിനൽ മസ്ജിദുൽ അഖ്സ, ഇവിടെ വന്നത് പോണ്ട അങ്ങോട്ടാണ്. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇടയിലൊരു ചോദ്യം ചോദിച്ചതാണ്, നിങ്ങളെ നാട് ഏതാണ്, കുടുംബം ഏതാണ്? നിങ്ങളുടെ വർത്താനത്തിൽ സാധാരണ ചോദിക്കുമല്ലോ. ഒരൊറ്റ ഉത്തരം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഈ പെണ്ണ് പറയുന്നത്? പിന്നെ ഞാൻ ചോദിച്ചു, ഭർത്താവ് ഉണ്ടോന്ന്. അങ്ങനെ ചോദിക്കുമല്ലോ, സ്വാഭാവിക ചോദ്യം ചോദിക്കുമല്ലോ. അപ്പോഴേക്ക് വന്നു, ലാ തസ്അലു അൻ അശ്യാ ഇൻ തുബ്ദ ലക്കും തസൂക്കും. ആവശ്യമില്ലാത്ത ചോദിക്കരുത്, കേട്ട ഒരു പക്ഷെ നിങ്ങൾക്ക് വിഷമാകും, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? വല്ലാത്തൊരു സംഭവം തന്നെ. അങ്ങനെ ആ ഒരു കാഫിലക്കൂട്ടത്തെ കണ്ടപ്പോ ആ പെണ്ണ് ചോദിച്ചു, പെണ്ണിനോട് മഹാനവറുകൾ ചോദിച്ചു, ആ കൂട്ടത്തിൽ നിങ്ങൾ ആളെങ്കിലും ഉണ്ടോ? അപ്പൊ ആ കൂട്ടത്തിലുള്ള ആ കൂട്ടത്തിൽ ആളുകളുണ്ട് എന്നതും ആരെ വിളിക്കണ്ടേന്ന് ചോദിച്ചപ്പോ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അപ്പൊ മനസ്സിലായ ഒരു മകന്റെ പേര് ഇബ്രാഹിം എന്നാണ്. പിന്നെ ആരെ വിളിക്കണ്ട്? യാഹ്യാ ഖുദിൽ കിതാബി ഖുവ്വ, മനസ്സിലായി വിളിക്കേണ്ടത് ഒന്ന് യഹ്യ എന്നാണ്. ആ പേരെടുത്ത് വിളിച്ചു നോക്കുമ്പോ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓടി വന്നു 3 ചെറുപ്പക്കാർ. മഹാനവറുകൾ അത്ഭുതത്തോടെ, ഈ മഹാനവറുകൾ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിന് ഇനി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണം, സഹായം ചെയ്തതല്ലേ, അതിന് ഈ ഉമ്മ അവർക്ക് ഓതിക്കൊടുത്തു. എന്താ ഓതിക്കൊടുത്തത്? ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീന ഫൽയൻദുർ അയ്യുഹാ അസ്കാ തുആമൻ ഫൽയതികും ബിറിസ്ഖിൻ മിൻ. കുറച്ച് കാശ് കൊടുത്ത് ആരെങ്കിലും പോയിട്ട് ഭക്ഷണം വാങ്ങിട്ട് വരട്ടെ, ഈ അതിഥിക്ക് കൊടുക്കാൻ. അൽ-കഹ്ഫിൽ ആയത്തെടുത്ത് ഓതി. കുട്ടികൾക്ക് വേഗം കേട്ടുടനെ മനസ്സിലായി. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ മഹാനവറുകൾ, ഭക്ഷണം അവിടെ നിൽക്കട്ടെ, എനിക്കിതിന്റെ കാര്യം തിരിയണം എന്താണ്. കാരണം ഞാൻ ഈ ഒരു രൂപത്തിൽ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയ ഒരു സഹോദരിയുമായിട്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇടപഴകിയിട്ടില്ല. ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ ഇടക്ക് നമ്മൾ ഒട്ടകത്തിൽ ഇങ്ങനെ പോകല്ലേ, പോകുന്ന സമയത്ത് ഒട്ടകത്തെ തെളിക്കുന്ന ശബ്ദം കുറച്ച് കൂടിപ്പോയപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, വഗ്ളുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഞാൻ പേടിച്ചുപോയി. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഈ ഉപദേശം കേട്ട് ഞാൻ പേടിച്ചുപോയി. സൗണ്ട് ഞാൻ കുറച്ചു. പിന്നെ ഞാൻ ഒട്ടകത്തിന് മേലെ പോകല്ലേ, ഒരു ഹരത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പാട്ട് പാടി. സ്വാഭാവികമാണ്, ഒരു പാട്ടിങ്ങനെ പാടുമല്ലോ, അത് അറബികളൊക്കെ പാടും. പാട്ട് പാടിയപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, ഫഖ്റഊ ബിമാ തയസ്സറ മിനൽ ഖുർആൻ. പാട്ടല്ല പാടേണ്ടത്, ഖുർആൻ ഓതേണ്ടത്. ഇങ്ങനെയുണ്ട് ഒരു സഹോദരി. അപ്പൊ ആ മക്കള് പറഞ്ഞു, ഹാദിഹി ഉമ്മുന, ഇത് ഞങ്ങളെ ഉമ്മയാണ്. 40 വർഷമായിട്ട് ഖുർആൻ അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. മഖാഫത അൻ തസില്ല, വഴിതെറ്റിപ്പോകും, പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിച്ചു പോകും, ഏതെങ്കിലും വാക്ക് മാറിപ്പോകും എന്നൊരു പേടി കാരണം 40 കൊല്ലമായി ഖുർആൻ അല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ എന്ത് ചോദിച്ചാലും ആയത്തും കൊണ്ട് ഓതിത്തരും. അങ്ങനെ ഒരു സംഭവം ഖുർആനുമായി ബന്ധപ്പെട്ട് കിട്ടും. കിട്ടും.
അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖുർആൻ മറിച്ചു നോക്കിയാൽ എൻ്റെ ചാട്ടവാർ എവിടെ വീണുപോയതെന്ന് ഞാൻ കണ്ടു കാണുമെന്നറിയില്ലേ. ഞാൻ ഖുർആൻ അങ്ങനെ മറിച്ചു നോക്കി അങ്ങനെ ചാട്ടവാർ കാണുന്നത് നോക്കേണ്ടവരെ നോക്കിയാൽ കാണും. ഓതേണ്ടതുപോലെ നോക്കിയാലും പഠിക്കേണ്ടതുപോലെ പഠിച്ചാലും കാണും. സഹോദരങ്ങളെ, ആ സഹോദരി പറഞ്ഞൊരു മറുപടി, ഇതേ മറുപടി പലരും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ പേരെന്താണ്? നമ്മൾ ചോദിക്കൂലേ പേരെന്താണ്? കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ മഹാനവർകൾ ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ചു, ഇനി ആവശ്യമില്ലാതെ ഒരാളോടൊന്നും ചോദിക്കൂല. നമുക്കായത്ത് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിയേണ്ടതില്ലാത്ത, അന്വേഷിക്കേണ്ടതില്ലാത്ത, ഉദ്ദേശിക്കേണ്ടതില്ലാത്ത വിഷയത്തിന്റെ പിന്നാലെ പോകരുത്. അത് ചൊറിഞ്ഞു മാന്തിയിട്ട് എന്തായി അന്വേഷിക്കരുത്. ആ ഒരു വിഷയം ജനങ്ങളൊക്കെ അവസാനിപ്പിച്ചതാണോ, നിങ്ങളും വിട്ടേക്കണം. ഈ സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ നിങ്ങൾ നോക്ക്. ഇത് വല്ലാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്, അറിയേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചിടത്ത് ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞു, കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയരുത്, അത് വലിയ ശിക്ഷയാണ്. കാണാത്ത സ്വപ്നം കണ്ടു എന്ന് ചിത്രീകരിച്ച് പറയരുത്. മൻ തഹല്ലമ ഹുൽമൻ കുല്ലിഫ യൗമൽ ഖിയാമത്തി അൻ യഖിദ ബൈന ശഈറതൈനി വലൈസ ബിആഖിദിൻ. കാണാത്ത ഒരു സ്വപ്നം സ്വപ്നമാക്കി പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവനോട് നിർബന്ധിക്കപ്പെടും, രണ്ട് മുടിനാരകൾ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടാൻ അവനോട് പറയും. കെട്ടാൻ അവന് കഴിയൂല. രണ്ടൊന്നും ഒരുമിച്ച് ചേർക്ക്. എങ്ങനെ ചേർക്കാൻ കഴിയാനാണ്? കാണാത്തതല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് കണ്ണ് കാണാത്തത് പറയുന്നത്. കണ്ണിൽ കാണാത്തത് പറയുന്നത് വലിയ വിഷയമാണ്. നമ്മൾ കരുതിയിട്ട് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അതും പറയാൻ പറ്റൂല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നമ്മളെ ചിത്രീകരണത്തിൽ ഊഹത്തിൽ വന്നത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അതിനും തെളിവിതാണ്. ഞാൻ അങ്ങനെയാണ് അയാളെ മനസ്സിലാക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കി? എങ്ങനെ നിങ്ങൾക്ക് തെളിവ് കിട്ടി? എങ്ങനെ നിങ്ങൾക്ക് അറിവ് കിട്ടി? എങ്ങനെ നിങ്ങൾ പറഞ്ഞു? അല്ലേ? ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ ബദരീങ്ങളിൽപ്പെട്ടൊരു മഹാനാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന അശദ്ദനാ വസബതൻ അല്ലദീ യസുബ്ബു ഖബറ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. ഞങ്ങളിൽ ഹൈ ജമ്പ് അറിയുന്ന ആള്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളാണ്. അവിടെ ചാട്ട മത്സരം നടത്തലെന്നല്ല, അത്രയും ഉയരണ്ട മഖ്ബർക്ക്, അത്രയും ഉയരണ്ട, നല്ല കെട്ടിപ്പൊക്കിയ ഖബറാണ് എന്നർത്ഥം. ഇത്രയും വലിയ മഹത്വമുള്ള ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്നത് ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. മഹദി പറഞ്ഞു, ഇത്രക്ക് ആത്മീയമായ ഭാവങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം കണ്ടിട്ടില്ല. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പകല് സമയത്ത് ഇടവിട്ട് നോമ്പാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ പറയും നോമ്പാണ്, നാളെ ആക്കാന്ന് പറയും. അങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകളിൽ സജീവം. രാത്രിയാണെങ്കിൽ കുറഞ്ഞ നേരം ഉറങ്ങി, ബാക്കിയുള്ള ടൈം മുഴുവനും നിസ്കാരം. ഇബാദത്തിന് വേണ്ടി വിവാഹം ഒഴിവാക്കട്ടെ എന്ന് ചോദിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. വിവാഹം ചെയ്യാതെ അവരെങ്ങല്ലാതെ ഇബാദത്തിലേക്കൊന്നും നിൽക്കട്ടെ, തങ്ങളതിന് സമ്മതം കൊടുത്തില്ല. ഇബാദത്തിന് വേണ്ടി വന്യങ്കരണം നടത്താൻ സമ്മതം ചോദിച്ചു. പറ്റൂല എന്ന് പറഞ്ഞു. എന്റെ മാതൃകയാണ് വിവാഹം, അത് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഈ മഹാനുഭാവൻ വഫാത്തായ സമയത്ത് ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ എന്റെ വീട്ടിലാണ് അവിടുത്തെ ജനാസയുള്ളത്. ജനാസ ഇങ്ങനെ മയ്യിത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങളുടെ അടുത്തേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. തുണി അങ്ങ് മുഖത്ത് നിന്ന് നീക്കിയിട്ട് നെറ്റിയുടെ ഭാഗത്ത് കണ്ണിന്റെ ഇടയിൽ തങ്ങൾ ചുംബിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ തങ്ങൾ അവിടെയുണ്ട്, പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഫശഹാദതി അലൈക ലഖദ് അക്രമകല്ലാഹ്. ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങളോട് പറഞ്ഞൊരു ഭാഷയാണ്,
ഓ ഉസ്മാൻ മസ്ഊൻ തങ്ങളെ, ഞാൻ നിങ്ങളെ മേൽ സാക്ഷ്യപ്പെടുത്തുന്നത് എന്റെ സർട്ടിഫിക്കറ്റ് ലഖദ് അക്രമക്കല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. ഞാൻ ആ വാക്ക് പറഞ്ഞ ഉടനെ തന്നെ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ യുദ്രീക അന്നല്ലാഹ അക്രമഹു, അല്ല ഉമ്മുൽ അലാഏ, നിങ്ങൾക്ക് എവിടുന്നാണ് വിവരം കിട്ടിയത് അല്ലാഹു ഈ മഹാനവറുകൾക്ക് ആദരവ് നൽകിയിട്ടുണ്ട് എന്ന വിവരം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഞാൻ ആകെ പേടിച്ചു പോയി. അന്ന് ഞാൻ തീരുമാനിച്ചു, വല്ലാഹി ലാ ഉസക്കി അഹദൻ അബദാ, ഇനി ഒരാളെ പറ്റിയും ഞാൻ ഒരു വിഷയവും പൂർണ്ണ അറിവ് കിട്ടാതെ ഞാൻ പറയൂല. രാവും പകലും ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം മഹാനവറുകളുടെ ആത്മീയമായ പുരോഗതിയും മുന്നേറ്റവും ഒക്കെ അറിയാം. അത് മനസ്സിലാക്കി ഞാൻ പറഞ്ഞതാണ്. ബദരീങ്ങൾപ്പെട്ട മഹാനല്ലേ, നിങ്ങൾക്ക് അള്ളാഹു ആദരവ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് എവിടുന്ന് വിവരം കിട്ടി ഉമ്മുല്ലല ഇത് പറയാൻ? അറിയുന്നതല്ലേ വിവരം പറയേണ്ടത്. ഞാനല്ലേ അള്ളാഹുമായി കൂടുതൽ അടുത്തറിവുള്ള ആള്. എന്റെ ഹാല് എന്താകുമെന്ന് എനിക്കറിയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമ്മുല്ലല ഹബീബ്, ഞാൻ സങ്കടത്തിലായി. അന്ന് രാത്രി മഹാനവറുകളെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. കഥ പറയല്ല, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അന്ന് രാത്രി ഞാൻ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് നല്ല ഒരു തോട്ടത്തിൽ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. ആ തോട്ടത്തിന്റെ ചുറ്റുഭാഗവും നല്ല നദികൾ ഒഴുകുന്നുണ്ട്. നല്ല സന്തോഷത്തോടെ നടക്കുന്ന രംഗം കണ്ടു. എനിക്ക് തോന്നി അത് സ്വർഗമായിരിക്കും. കാരണം ഇത്ര ഭംഗിയുള്ളൊരു തോട്ടം നാട്ടിലെവിടെയും കാണൂല. ഇത്ര വിശാലതയുള്ള ഒരു പൂന്തോപ്പ് എവിടെയും കാണൂല. ഇത് കണ്ട സന്തോഷത്തിൽ ഞാൻ പിറ്റേന്ന് പോയി പറഞ്ഞു, ഇന്നലെ ഞാൻ ഇങ്ങനെ കണ്ടു നബിയേ. അപ്പൊ തങ്ങൾ പറഞ്ഞു, ദാലിക അമലുഹു, അത് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ അമലാണ് നിങ്ങളാ കണ്ടത്. അത് കണ്ടപ്പോഴാണ് പിന്നെ കുറച്ചൊരു സമാധാനമായത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരാളെപ്പറ്റി എന്ത് വിഷയങ്ങൾ നമ്മൾ പറയുമ്പോഴും നമുക്ക് ആ വിഷയത്തെപ്പറ്റി നല്ല കരുതൽ വേണം, നല്ല ചിന്ത വേണം. ഊഹിച്ചുകൊണ്ട് വിഷയം പറയരുത്, ധാരണപ്പിശകുകൾ ഉണ്ടാകരുത്. ഇയ്യാകും വല്ലന്ന ഫൈനല്ലന്ന അക്ദബുൽ ഹദീസ്, ധരിച്ചുകൊണ്ടൊരു വിഷയം പറയരുത്. അതൊരു പക്ഷേ കളവുകളിൽ ഏറ്റവും വലിയ കളവായി മാറും. നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. അറിവുള്ളത് സ്വീകരിക്കാം എന്നീ ആയത്തിൽ നിന്ന് തെളിവ് കിട്ടിയല്ലോ. അറിവുള്ളത് നമുക്ക് അവലംബിക്കാം. കുറെ സംഗതി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ നറുക്കിടൂലേ, ഒരു വിഷയം അറിയാൻ വേണ്ടിയിട്ട് നറുക്കിടുമ്പോ നറുക്ക് വീടുമ്പോ ഇൽമ കിട്ടൂലോ. എല്ലാവരും സമ്മതിക്കുമല്ലോ. കുറിന്റെ നറുക്ക് വീണ് ആരാ സമ്മതിക്കാത്ത? നറുക്ക് ഇന്ന് മറ്റേക്കാ നറുക്ക്, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്നാ നറുക്ക്, ഞാൻ അടുത്ത നറുക്ക് നമുക്ക് കിട്ടേക്കും. എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ടല്ലോ. ഒരു സത്യത്തിൽ അവിടെ വരുന്നത് ഒരു ലൊന്നാണെങ്കിലും ഒരു ഭാവനയാണെങ്കിലും അതിനൊരു അറിവിന്റെ സ്ഥാനമുണ്ട്. ഇതുകൊണ്ടാണ് നറുക്കിടുന്നതും മതിച്ച് സുമാറ് കണക്കാക്കുന്നതൊക്കെ ഇസ്ലാം സമ്മതിച്ചത്. സാധുക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു സമ്മതം വിശുദ്ധ ദീൻ നൽകിയിട്ടുണ്ട്. ബൈഉൽ അറായ എന്ന് പറയും. അവർക്ക് വേണ്ടിയുള്ള ഒരു അവകാശത്തിന് വേണ്ടി ഒന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും കാരക്കയുണ്ടാകുമെന്ന് കണക്കാക്കിയിട്ട് ആ കാരക്ക ചെറിയ രൂപത്തിലൊന്ന് മൂപ്പാകുമ്പോഴേക്ക് വന്ന ആളുകൾ ഇങ്ങനെ മതിച്ചു നോക്കിയിട്ട് ഇത്ര ടണ്ണുണ്ടാകും, ഇത്ര കിലോ ഉണ്ടാകും. എന്നിട്ട് അതിനുള്ള കാശ് നേരത്തെ കൊടുത്ത് അവർക്കൊരു ജീവിതം ആകുന്ന സമയത്ത് പറിച്ചു നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാകൂല, കറക്റ്റ് ആയിരിക്കും. അതിന് ഖർസ് എന്ന് പറയും, മതിച്ചു പറയാം. അത് അടക്കത്തോട്ടം കണ്ടാലും അണ്ടിത്തോട്ടം കണ്ടാലും അതിന്റെ ആൾക്കാർ പറയാത്. ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടൊന്നും അതറിയില്ല. അത് മതിച്ചു പറയാൻ കഴിയുന്ന ആൾക്കാർ വന്നാൽ അതറിയും. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖായിഫ് ലക്ഷണം പറയുന്ന ആള് വന്നിട്ട് ഒരു വിവരം പറഞ്ഞപ്പോൾ തങ്ങൾക്ക് വലിയ സന്തോഷമായി. അന്ന് മദീനക്കാർക്കിടയിൽ, അതിനു മുമ്പ് മക്കർക്കാർക്കിടയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. തങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു.
രണ്ടുപേരും രണ്ട് രൂപത്തിലാവുള്ളത്. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു നല്ല വെളുത്ത ശരീരമാണ്, വെളുത്ത ശരീരം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കറുത്ത കളറാണ്. ചില ആളുകളൊക്കെ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ല എന്ന ഒരു സന്ദേഹവും സംശയമൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു ദിവസം മുജസ്സിദ് എന്ന് പറയുന്ന ലക്ഷണം നോക്കി നല്ല സാമർത്ഥ്യം കഴിവുള്ള ആൾ, അതിനൊരു അറിവും വീരൊക്കെ വേണം, അനുമാനം പറഞ്ഞാൽ പോരാ. ഇപ്പൊ കുറെ എണ്ണ അനുമാനത്തിന് വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ നോക്കിയിട്ടല്ല. അതിനൊരു പഠനമുണ്ട്, ഒരു അറിവുണ്ട്. അത് കിട്ടുന്ന ആൾക്കാർ പറഞ്ഞാൽ തെറ്റൊന്നും ഉണ്ടാകൂല. മുജസ്സിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് സെയ്ദ് റളിയല്ലാഹുവിലേക്കും ഉസാമ റളിയല്ലാഹുവിലേക്കും നോക്കിയിട്ട് അവർ രണ്ടുപേരും പുതച്ചിങ്ങനെ കിടക്കുകയാണ്. കാല് മാത്രം പുറത്തേക്ക് വെളിവായിട്ടുണ്ട്, തലഭാഗത്തൊക്കെ മറിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ബഅള ഹാദിഹിൽ അഖ്ദാമ ലമിൻ ബഅളിൻ, ഇതൊന്ന് വാപ്പയൊന്ന് മോനാണ് എന്ന് പറഞ്ഞു. ഈ ചില കാൽപാദങ്ങൾ ചിലരിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞ അർത്ഥം ഒന്ന് ബാപ്പയാണെന്ന് മോനാണ്. ഈ വിഷയം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണല്ലോ മുജസ്സിസ്, അദ്ദേഹം ലക്ഷണം പറഞ്ഞാൽ തെറ്റൂല എന്ന് എല്ലാവരും പറയലുണ്ട്. അങ്ങനെ ചില പഠനങ്ങളുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരാളെ പറ്റി ലക്ഷണം പറഞ്ഞു. ആ ലക്ഷണം ശരിയാകാൻ വേണ്ടി കുറെ കാത്തു നിന്നു. ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഷാഫി ഇമാം തങ്ങളും ശിഷ്യനും എവിടെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ സൽക്കരിക്കുന്നു കരുതിയിട്ട് എവിടെങ്കിലും റൂം കിട്ടിയാന്ന് കൂടെ രാവിലെ പോകാന്ന് കരുതി, നേരം വൈകിട്ടും. അപ്പൊ ആരെങ്കിലൊക്കെ ഒന്ന് സൽക്കരിക്കുന്നു കരുതി ഇങ്ങനെ നിന്നപ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാശിന് കിട്ടിയാലും വേണ്ടി താമസിക്കാലോ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് പോയി, ഇന്ന് അവിടെ കൂടാ, രാവിലെ പോകാന്ന് പറഞ്ഞു. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ വിളിച്ച ആളെ നോക്കിയിട്ട് പറഞ്ഞു, അയാൾ സൽക്കരിക്കേണ്ട ആളല്ലല്ലോ, ഉസ്താദുമാര് പഠിപ്പിച്ചെന്ന ഇൽമു തെറ്റൂലല്ലോ പഠിച്ചോനെ, പക്ഷെ അയാളെ നോക്കിയിട്ട് ഒരു നിലക്കും സൽക്കരിക്കേണ്ട ആളല്ല അയാൾ. നോക്കിയിട്ട് മനസ്സിലാകുന്ന ആളെ കണ്ടിട്ട് മനസ്സിലാകുന്നത് ആള് അറുബഹീല, അങ്ങനെയാണ് നോട്ടൊറ്റോട്ടത്തിൽ മനസ്സിലായത്. പക്ഷെ അയാളാണ് വിളിക്കുന്നത്, ഏതായാലും വിളിച്ചില്ലേ, പോയി നോക്ക. ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോഴും ഷാഫി ഇമാം റളിയല്ലാഹുവിന് ഈ സംശയം ഇങ്ങനെ കൂടി വന്നു, ഉസ്താദുമാര് പഠിപ്പിച്ച ഇൽമ് അത് തെറ്റൂലല്ലോ, പിന്നെന്താ റബ്ബേ ഇങ്ങനെ വന്നത്? അയാൾ പുതപ്പ്, തലയിണ, പായ, വിരിപ്പൊക്കെ കൊണ്ടുവന്നു, കുടിക്കാനുള്ള വെള്ളം, അവരുപയോഗിച്ച വാഹനത്തെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് അതിനും വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ശിഷ്യനെ വേറൊരു സ്ഥലത്ത് കിടത്തി, ആർക്കും വിരിപ്പൊന്നും കൊടുത്തു. അപ്പോഴൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു ചിന്തിക്കുന്നത് ഇതാണ്, ഇങ്ങനല്ലല്ലോ ആളുടെ അവസ്ഥ, പിന്നെ എങ്ങനെ വന്നു? ഇൽമു തെറ്റൂലല്ലോ, എങ്ങനെ സംഭവിച്ചു? രാവിലെ ആയപ്പോ, പോകാൻ നേരമായപ്പോ, സ്വാഭാവികമായിട്ടും നമ്മളെ സൽക്കരിച്ച, നമുക്ക് എന്തെങ്കിലും തന്ന ആളുകളോട് നമ്മൾ എന്ത് പറയും? നിങ്ങൾ നാട്ടിൽ ആ ഭാഗത്തൊക്കെ വരുമ്പോ കാണണം, വിളിക്കണം, വീട്ടിലേക്ക് വരണം എന്ന് പറയും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നിങ്ങൾ മിസ്റിലേക്ക് വരുമ്പോ വീട്ടിലേക്കൊക്കെ വരണം, നിങ്ങളെ നമ്മളിവിടെ നിന്ന് സൽക്കരിച്ചല്ലേ. അപ്പോഴേക്ക് അയാളെ പാടുമാറി. അയാളെ ചോദിച്ചു, മിസ്റിൽ വന്ന് ഞാൻ അന്വേഷിക്കാൻ ഞങ്ങളെ വാപ്പാന്റെ അടിമയാണോന്ന് ചോദിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മിസ്റിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നിങ്ങളെ വാപ്പാന്റെ അടിമയാണോ ഞാൻ? ഷാഫി ഇമാം നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഉസ്താദുമാര് പകർന്നു തന്ന ഇൽമ് ഒരക്ഷരം തെറ്റിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ലിസ്റ്റ് ആയിട്ട് വന്നു. എന്താ ലിസ്റ്റ് എന്നറിയോ? ഈ ഉപയോഗിച്ചതിനൊക്കെ വാടക, കട്ടിലിന്റെ വാടക, വിരിപ്പിൻ്റെത്, പുതപ്പിൻ്റെത്, തലയിണ, ഒട്ടകത്തിന് കൊടുത്ത വെള്ളം, അവിടെ കൊടുത്ത പുല്ല്, ഖാദിമിന് കൊടുക്കാൻ കൊടുത്ത എല്ലാത്തിന്റെ. മനസ്സിലായില്ല ആള് ബഖീല. അപ്പോഴും ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാ, പഠിച്ച ഇൽമു തെറ്റിയിട്ടില്ല, ഉസ്താദുമാര് പഠിപ്പിച്ച ഇൽമു കറക്റ്റാണ്. നേരത്തെ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതാണ് അവർ നോക്കി പറയുന്ന ആ നോട്ടം ഒരു നിലക്കും തെറ്റൂല. അത് നമ്മൾ ആരെങ്കിലും കണ്ടു പറയും പോലെ അല്ല, അവർ നോക്കി പറഞ്ഞ അങ്ങനെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹും വേറൊരു മഹാനും മത്താഫിലുള്ള ഒരാളെ പറ്റി പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു അയാളൊരു കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ ഒരാൾ. മറ്റേ ഇമാമു പറഞ്ഞു അല്ലല്ല, അയാളൊരു ഹയ്യാത്താണെന്ന് പറഞ്ഞു, ഒരു തുന്നുന്ന പണിക്കാരനാണെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ട് മോഡലായാലും, ഒന്ന് കച്ചവടക്കാരെന്ന് പറഞ്ഞു, ഒന്ന് ഹയ്യാത്ത് എന്ന് പറഞ്ഞു. ഒരാൾ താജിർ എന്ന് പറഞ്ഞു, ഒരാൾ ഹയ്യാത്ത് എന്ന് പറഞ്ഞു. ഇത് 2 രൂപ ആയല്ലോ, രണ്ടും ഒത്തു വരണ്ടേ? അപ്പൊ അത് കേട്ട ഒരാൾ പോകുന്ന ആളെ വിളിച്ചിട്ട് വെച്ചു, നിങ്ങൾക്ക് എന്താ ജോലി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ കച്ചവടക്കാരനായിരുന്നു, ഇപ്പൊ ഹയ്യാത്താണ്. ഓക്കെ, നിങ്ങൾ തെറ്റിയിട്ടില്ല. അതാണ് അവരെ നോട്ടം. ആ നോട്ടത്തിൽ അവർ നേർക്കുനേരെ നോക്കിയിട്ട് പറയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ സദസ്സിലേക്ക്
ഒരു സ്വഹാബി കയറി വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിങ്ങളിൽ ചില ആൾക്കാർ എന്റെ മജ്ലിസിലേക്ക് വരുന്നുണ്ട്, അവരെ മുഖം നോക്കിയിട്ട് ഞാൻ സിനയുടെ അടയാളം മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ ആ കയറി വന്ന സ്വഹാബി ചോദിച്ചു, അജാ അൽ വഹ്യു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾക്ക് ശേഷം വഹി ഇറങ്ങാൻ തുടങ്ങിയോ? ഒരു നോട്ടം കണ്ടാൽ തിരിയും, പോസ്റ്റ്മോർട്ടം അങ്ങ് ചെയ്യും. നമ്മൾ നോക്കുമ്പോഴല്ല, നോക്കേണ്ടത് നോക്കിയാൽ. അതാണ് ഈ മുജസ്സിദ് എന്ന് പറയുന്ന ആള് വന്നിട്ട് ശരിയായ ആ വിവരം പറഞ്ഞപ്പോ തങ്ങളെ മുഖം വല്ലാതെ സന്തോഷിച്ചു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ അടുത്ത് വന്നിട്ട് തങ്ങൾ പറയുമ്പോ അവിടുത്തെ മുഖം ഇങ്ങനെ സന്തോഷിച്ചിട്ട് ആ മുഖത്ത് ശരിക്ക് പൂർണ്ണചന്ദ്രന്റെ മിന്നൽ പിണരുകൾ ഇങ്ങനെ കത്തിച്ചൊരിക്കുന്നത് പോലെ ഞാൻ കാണുന്നുണ്ട്. ദഖല അലയ്യ മസ്റൂറൻ തബ്റുഖു അസാരിറു വജ്ഹിഹി, മുഖം വല്ലാതെ ലംഘുന്നുണ്ട്. കാരണം ഒരു സംശയത്തിന് വിരാമമിട്ടു, നല്ലൊരു ഇൽമു കിട്ടി. അപ്പൊ അത്തരത്തിലുള്ള ഇൽമുകളൊക്കെ സ്വീകരിക്കാം, അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ആ അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകാൻ ഉപയോഗിച്ച 3 അവയവങ്ങൾ കറക്റ്റായി ഉപയോഗിക്കാത്തത് കൊണ്ട് അക്രമ രീതിയിലായി. അവകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കൽപ്പിക്കപ്പെട്ട രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാത്ത രൂപത്തിൽ ഉപയോഗിച്ചാൽ അക്രമമായി. അതിനി തിരുത്തേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞത് സം അല്ലേ? സംഇന്റെ ദുൽമ എന്താണെന്നറിയോ? ഇസ്തിമാലുഹു, ഞാൻ തഫ്സീർ തന്നെ വായിക്കാം. ഇസ്തിമാലുഹു ഫി ഇസ്തിമാഇൽ ഗീബ, ഗീബത്ത് പറയാൻ വേണ്ടി കാത് ഉപയോഗപ്പെടുത്തി. വല്ലഗ്വി, അനാവശ്യം കേൾക്കാൻ വേണ്ടി കാതുപയോഗപ്പെടുത്തി. വർറഫസി, അതേ സ്വകാര്യത പറയുന്ന സംഭാഷണം. അങ്ങനെയില്ലേ ഒരു സെക്സ് പറയുന്ന, സെക്സ് മണക്കുന്ന വർത്തമാനം, അത് കേൾക്കാൻ വേണ്ടി കാതുപയോഗപ്പെടുത്തി. വൽബുഹ്താൻ, കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് പറയാൻ കാതുപയോഗപ്പെടുത്തി. വൽ ഖദ്ഫി, വ്യഭിചാരോപണം കേൾക്കാൻ കാതുപയോഗപ്പെടുത്തി. വൽ മലാഹി, വിനോദങ്ങൾ കേൾക്കാൻ, കളി കേൾക്കാൻ, സംഗീതങ്ങൾ കേൾക്കാൻ. വൽ ഫവാഹിഷി, അനാവശ്യങ്ങൾ കേൾക്കാനും കാത് ഉപയോഗപ്പെടുത്തിയെങ്കിൽ അത് കാതിനോട് ചെയ്യുന്ന അനീതിയാണ്, അക്രമമാണ്. എന്താണ് അതിന്റെ ശരിയായൊരു വശം? ഇസ്തിമാലുഹു, കാതിന് ഉപയോഗപ്പെടുത്തണം. ഫിസ്തിമാഇൽ ഖുർആൻ, ഖുർആൻ കേൾക്കാൻ വേണ്ടി കാതിന് ഉപയോഗപ്പെടുത്തണം. ഉമ്മമാരെ, ഓതാൻ കഴിയാത്ത ദിനങ്ങളിലും ഖുർആൻ കേൾക്കണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഓരോ മാസവും സഹോദരിമാർക്ക് ഓതാൻ പറ്റാത്ത ടൈം വരും. ഖുർആനുമായി ഒരു ദിവസം പോലും ബന്ധം മുറിയാൻ ഒരു മുസ്ലിമിന് പറ്റൂല, ആണിനും പറ്റൂല, പെണ്ണിനും പറ്റൂല. അവർക്ക് 2 ശൈലി അപ്പോഴുണ്ട്. ഒന്ന് കേൾക്കാം, മറ്റൊന്ന് നോക്കാം. ഓതരുത്, നാവ് കൊണ്ട് ഓതരുത്. പക്ഷേ അതിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ, അത് മനസ്സിലൂടെ ഖുർആൻ എങ്ങനെ നടത്താം. ഇങ്ങനെ നോക്കിയാലും മനസ്സിലൂടെ ഒരു ഖുർആൻ ഇങ്ങനെ ഓട്ടം കിട്ടും, അത് മനസ്സിലൂടെ നടത്താം. നാവ് കൊണ്ട് മൊഴിയരുത്, മൊഴിയൽ ഹറാമായ സന്ദർഭമാണ്. ഹൈദിന്റെയും നിഫാസിന്റെയും കാലഘട്ടങ്ങളിൽ ഖുർആനുമായി ബന്ധമില്ലാത്തൊരു ജീവിതമോ, പിന്നെ അവിടെ പകരം കയറിക്കൂടുന്നത് പിശാചിന്റെ പ്രേരണകൾ മാത്രമായിരിക്കും. അപ്പൊ കാതുപയോഗിക്കേണ്ടത് ഖുർആൻ കേൾക്കാനാണ്. വൽ അഖ്ബാരി, ഹദീസുകൾ കേൾക്കാനാണ്. വൽ ഉലൂമി, അറിവുകൾ കേൾക്കാനാണ്. വൽ ഹികമി, തത്വജ്ഞാനങ്ങൾ കേൾക്കാനാണ്. വൽ മവാഇദി, ഉപദേശങ്ങൾ കേൾക്കാനാണ്. വൻ നസീഹത്തി, സദുപദേശങ്ങൾ കേൾക്കാനാണ്. വൽ മഅറൂഫി, നന്മ ഏതുണ്ടോ അതൊക്കെ കേൾക്കാനാണ്. വഖൗലിൽ ഹഖി, സത്യവർത്തമാനം കേൾക്കാനാണ്. ഇതാണ് ശരിക്ക് കാതിന് കൊടുക്കേണ്ട ഡ്യൂട്ടി. മറ്റൊന്ന് പറഞ്ഞത് കണ്ണാണ്. ഇന്ന സമഅ വൽ ബസറ, കണ്ണിന് കാഴ്ചക്ക് കൊടുക്കുന്ന ഇരുട്ടെന്താണെന്നറിയോ? അന്നളുറു ഇലൽ മുഹറമാത്, നിഷിദ്ധങ്ങളിലേക്ക്, ഹറാമുകളിലേക്കുള്ള നോട്ടമാണ്. വശഹവാതി, താല്പര്യങ്ങളിലേക്കുള്ള നോട്ടമാണ്. സുബ്ഹാനല്ലാഹ്, നോക്കി നിന്നിട്ട് ഒരു കൂലിയും കിട്ടാനില്ല. 2 മണിക്കൂറും 1 മണിക്കൂറൊക്കെ കാണാം. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബൈക്കിന്റെയും വണ്ടിയുടെയും വല്ലാത്ത നീണ്ട നിര കാണാം. ആ ഒരു സമയത്ത് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഇന്ന് നിങ്ങൾ ഖുർആൻ നോക്കിയോ എന്ന് ചോദിച്ചോ, അവര് പറയും റമദാൻ മാസം ഒന്നും അല്ല എന്ന് പറയും.
2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നോക്കി നിൽക്കുകയാണ്. ഒരു പാടത്തേക്ക്, ഒരു പറമ്പത്തേക്ക്, ഒരു പന്തിന് വേണ്ടി ഒരാൾ തർക്കം കൂടുന്നു. കുറെ ആളുകൾ എല്ലാവരും നോക്കി നിൽക്കുന്നു, പന്താർക്കാ കിട്ടുന്നത് എന്ന്. അല്ലെങ്കിൽ ഒരു ചെറിയ ബോളിന് വേണ്ടി തർക്കം കൂടുന്നു, എല്ലാവരും നോക്കി നിൽക്കുന്നു. എത്ര മണിക്കൂറാ ചെലവഴിക്കുന്നത്? വല്ല കൂലിയും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. ആ സമയം പാഴ്വേലയാണ്. പ്രായം അതിന് വ്യത്യാസമില്ല, വർഗം വ്യത്യാസമില്ല. സഹോദരിമാര് പോലും ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അത്തരത്തിൽ വേൾഡ് തലത്തിൽ എന്തെങ്കിലും ഒരു രൂപഭാവം വന്നാൽ സുബ്ഹാനല്ലാഹ്, ജുമുഅന്റെ ടൈമിലാണോ അങ്ങനെ വരുന്ന ഗുലുമാലെങ്കിൽ ആ ജുമുഅന്റെ ടൈമും വരെ വെക്കാതെ മുസ്ലിങ്ങളായ ആളുകൾ പോയിരിക്കുന്നു ആ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ. റമദാന്റെ രാത്രിയാണോ? റമദാന്റെ രാത്രിക്ക് എന്തൊരു പോരിശയുണ്ട്. റമദാന്റെ രാത്രി പോലെ രാത്രി ശഅബാനിലുണ്ടോ? മറ്റു 11 മാസങ്ങളിലുണ്ടോ? ആ രാത്രിക്കും വില കൊടുക്കാതെ അങ്ങ് പോയി സമയം കളയുന്നു. അത് കാതിനോട് കണ്ണിനോട് ചെയ്യുന്ന അധർമ്മമാണ്, ഇരുട്ടാണ്. അങ്ങനെ എത്ര സമയങ്ങള് താല്പര്യങ്ങളിലേക്ക് നോക്കിയിട്ട് സഹോദരങ്ങളെ സിനിമ കാണാനും നാടകം കാണാനും കോമഡി കാണാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അതിലൊക്കെ വല്ലാത്ത ഊറ്റം കൊള്ളുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ നോട്ടം, ഷഹവാത്തിലേക്കുള്ള നോട്ടം വെറുതെ കണ്ണിന് കിട്ടുന്ന ഇരുട്ടാണ്. വൈലാമം ഫൗഖഹു ഫീ ദുനിയാ, ഭൗതിക തലത്തിൽ മേലോട്ട് നോക്കുന്ന നോട്ടമില്ലേ? ഭൗതിക തലത്തിൽ ഭൗതിക ജീവിതത്തിന്റെ വിഷയത്തിൽ മുകളിലുള്ളവരിലേക്ക് നോക്കുന്ന നോട്ടമില്ലേ? കണ്ണിന് ഇരുട്ടാണ്. വൈലാമൻ ദൂനഹു ഫീ ദീനിഹി, ദീനിന്റെ വിഷയത്തിൽ താഴേക്കിടയിലുള്ളവരിലേക്കുള്ള നോട്ടം കണ്ണിന്റെ ഇരുട്ടാണ്. നേരെ തിരിച്ചാണ് സഹോദരാ വേണ്ടത്. ദീനിന്റെ വിഷയത്തില്, ആത്മീയതയുടെ വിഷയത്തില്, കർമ്മങ്ങളെ വിഷയത്തില്, വിശ്വാസത്തിന്റെ വിഷയത്തില് ഈ സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഉപ്പാപ്പമാരിലേക്ക് നോക്കൂ, ഉമ്മാമ്മമാരിലേക്ക് നോക്കൂ. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഒരുപാട് ഖത്മുകൾ തീർത്തിട്ട് ഓലമേഞ്ഞ വീട്, ഓടുപുതഞ്ഞ വീട്, അതേ ടെറസിന്റെ വീടെത്തുന്നതിന്റെ മുമ്പുള്ള പഴയ വീട് സൗന്ദര്യമാക്കി സൗന്ദര്യം നിലനിർത്തിയിരുന്ന ഉപ്പാപ്പമാരുടെ ജീവിതത്തിലേക്ക് നോക്കൂ, അവരെ ആത്മീയതയിലേക്ക് നോക്കൂ. അവര് സ്വപ്നം കണ്ടിട്ടില്ലാത്ത പലതും കൈക്കലാക്കി സുഖിക്കുന്ന നമ്മളെവിടെ? അവരെവിടെ? അവരെ ദീനിലേക്ക് നോക്കൂ നീ. ആ ഉപ്പാപ്പമാരെ വീട്ടില് മണ്ണെണ്ണ കത്തിക്കുന്ന വിളക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിളക്കിന്റെ മുന്നിലിരുന്നൊരു മറിക്കൂട് ഖുർആൻ ഓതിയാൽ അവരെ കണ്ണിന് പുകയാണ്, മൂക്കിന് പുകയാണ്, മുഖത്ത് മുഴുവനും പുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പുകയും ശ്വസിച്ച് യാതൊരു പരാതിയും പറയാതെ എത്ര മണിക്കൂറാ അവര് ഖുർആൻ ഓതിയത്? കണ്ണട വെക്കാതെ എത്ര മണിക്കൂർ അവർ ഖുർആൻ ഓതി? ഇന്ന് നല്ല തിളങ്ങുന്ന ലൈറ്റ് ഉണ്ടായിട്ട്, ഒരു ക്ഷീണവും ഇല്ലാത്ത എയർ കണ്ടീഷൻ ഉണ്ടായിട്ട്, നല്ല ഫാനും കാറ്റും ഉണ്ടായിട്ട് അവർ ഇരുന്ന ഏതെങ്കിലും ഒരു സമയത്തിന്റെ 1% നമുക്കിരിക്കാൻ പറ്റുന്നുണ്ടോ? ഓതാൻ കഴിയുന്നുണ്ടോ? ഖുർആനിലേക്ക് നോക്കാൻ മനസ്സ് വരുന്നുണ്ടോ? ഒന്ന് ആലോചിക്കൂ സഹോദരങ്ങളാ. അവരുള്ള സൗകര്യമുള്ള വീട്ടില്, അവരാ സൗകര്യം കുറഞ്ഞ വീട്ടില് റബീഉൽ അവ്വലും റബീഉൽ ആഖിറിലും ചിലപ്പോഴൊക്കെ മാസാമാസം അല്ലെങ്കിൽ അവരാന്തമായിട്ട് ഒരുപാട് സുഹൃതങ്ങൾ അവർ ചെയ്തിരുന്നു. ആ സുഹൃതങ്ങൾ ഇന്ന് നമ്മുടെ സൗകര്യമുള്ള വീട്ടിലില്ല. നമുക്കത് അസൗകര്യമായി തോന്നി. ബാപ്പുള്ള കാലത്ത് ചെറിയ വീട്ടില് ബാപ്പാന്റെ കൂട്ടുകാരെയും ഉസ്താദുമാരെയും ഒക്കെ വിളിച്ചിട്ട് റബീഉൽ അവ്വലിനൊരു മൗലിദ്, ആ മൗലിദിന് 100, 125, 150 ആള്. അന്നില്ലാത്ത സൗകര്യമുള്ള ഇന്ന് നമ്മളെ വീട്ടിലോ നമ്മൾ വിളിക്കുന്നത് വെറും 10 പേരെ, 15 പേരെ. ബാപ്പ ആ സൗകര്യം കുറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചതിന്റെ 1% പോലും പലപ്പോഴും ആകുന്നില്ല. അല്ലാഹ് തന്ന ഈ നിഅമത്ത് ആ തൃപ്തിയിൽ ഉപയോഗപ്പെടുത്താനാണ്, ആ വിഷയത്തിൽ സന്തോഷം കൊള്ളാനാണ്. അപ്പൊ കേൾവി, അപ്പൊ കാഴ്ച പോകേണ്ടത് അങ്ങനെയാണ്. മേലോട്ട് നോക്കുന്ന സമയത്ത് നോക്കേണ്ടത് എവിടേക്കാണ്? ദീനിൽ ഫൗക്കിലുള്ള ആളുകളിലേക്ക് നോക്കൂ. താഴോട്ട് നോക്കുമ്പോ ദുനിയാവിൽ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കൂ. എന്നിട്ട് അള്ളാഹുവിന്റെ നിഅമത്തിന്റെ വലുപ്പം തിരിച്ചറിയൂ.
ആ നോട്ടമാണ് കണ്ണിന് കൊടുക്കേണ്ടത്. വൈലാ മതാഇ ദുനിയാ വസീനതിഹാ വസഖാരിഫിഹാ, ദുനിയാവിന്റെ ചരക്കിലേക്കും അതിന്റെ പ്രൗഢിയിലേക്കും അതിന്റെ അലങ്കാരത്തിലേക്കും അവിടേക്കുള്ള നോട്ടം കണ്ണിന് ഇരുട്ടാണ്. കൂടെ പഠിച്ച ഒരാളെ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ഒരാള് വന്ന് വാഹനം ബ്രേക്ക് ഇട്ട് നമ്മളെ മുന്നിൽ നിർത്തി. നമ്മൾ അയാളെ നോക്കുന്നതിന് മുമ്പ് ആ വാഹനം ഒന്നിങ്ങനെ നോക്കി. പടച്ചോനെ, എന്തായി കൊണ്ടുവന്ന് നിർത്തിയത്? 75 ലക്ഷത്തിന്റെ ഒരു വണ്ടിയോ? പിന്നെ നോക്കുന്ന ആരാ നിർത്തിയത്? അയാളപ്പോ ചില്ല് താഴ്ത്തി നമ്മളെ നോക്കുമ്പോ നമ്മളെ കൂടെ ഇരുന്ന ക്ലാസ് ഇരുന്ന ആളാണ്. അപ്പൊ നമ്മൾ അയാളെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടും. ഞാനും അയാൾ ഒരു ദുന്യാവിലാണ് ജീവിക്കുന്നത്, പിന്നെ എങ്ങനെ ഇങ്ങനായത്? ഈ ഒരു രൂപത്തിലും ഭാവത്തിലായത്? അയാൾ നേരത്തെ എന്നെക്കാളും താഴേക്കിടയിലായിരുന്നല്ലോ. സുഹൃത്തെ, ആ മേൽവിലാസത്തിലേക്കല്ല നീ നോക്കേണ്ടത്. അത് അല്ലാഹു തആല ദുനിയാവിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നൽകും. അത് കണ്ടിട്ട് നിന്റെ കണ്ണഞ്ചി പോകരുത്. വലാ തമുദ്ദന്ന ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ദുനിയാവിലെ വിവിധ തരം ഐറ്റംസുകൾ നൽകിയിട്ട് കുറെ ആളുകൾക്ക് നമ്മൾ സുഖം കൊടുത്തിട്ടുണ്ട് നബിയെ, അതിലേക്കൊരിക്കലും ദൃഷ്ടി നീട്ടരുത്. തങ്ങൾക്ക് അതിനേക്കാളും വലുതൊന്ന് തരാം. അതെന്താ? വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അളീം. അവർക്ക് കൊടുത്ത ദുനിയാവിനേക്കാളും വലുതാണ് ഈ ആയത്തുകളില്ലേ സൂറത്തുൽ ഫാത്തിഹ. അവർക്ക് കിട്ടിയ ദുനിയാവിനേക്കാളും വലുതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് നാം ഇത് തന്നിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ദുനിയാവ് ഇതിന്റെ ഒരു സൈഡില്, ഇതിന്റെ അംശത്തില് ഒരു ഹർഫിനോട് ഒക്കൂല. തങ്ങൾക്ക് തന്നത് വലുതാണ്. ഖുർആനുൽ അലീം എന്ന് ഖുർആന് പേര് വിളിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ തങ്ങൾക്ക് തന്നിരിക്കുന്നു. പിന്നെന്ത് പേടിക്കാനാണ്, എന്ത് വിഷമിക്കാനാണ്? അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, പലർക്കും കഴിയാത്ത കഴിവുകൾ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്, ചികിത്സിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വഹാബത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എത്രയോ അവരെ സമ്പത്ത് കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് നടക്കാത്ത മാറാത്ത രോഗവും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു സമ്പത്താണ്, വലിയൊരു സ്വത്താണ്. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടി നീട്ടരുത്. തങ്ങൾ ഇതുമായി മുന്നോട്ട് പോകണം. അല്ലാഹു തആല നമുക്ക് തന്ന കണ്ണുകൊണ്ട് ശരിയായ രൂപത്തിൽ നോക്കണോ. അന്നദ്റു ഫിൽ ഖുർആൻ, ഖുർആനിലേക്കുള്ള നോട്ടം വേണം. വൽ ഉലൂമി, അറിവുകളിലേക്കുള്ള നോട്ടം വേണം. വഇലാ വജ്ഹിൽ ഉലമാഇ വസ്സുലഹാ, പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ മഹാന്മാരുടെയും മുഖത്തിലേക്ക്, അവരുടെ ആസാറിലേക്ക് നീ നോക്കണം. വഇലാ ആസാരി റഹ്മത്തില്ലാഹി കൈഫ യുഹിൽ അർള ബഅദ മൗതിഹാ. ചില നാടുകളൊക്കെ കണ്ടില്ലേ, നിർജീവമാക്കിയ ശേഷം പിന്നെ അള്ളാഹു സജീവമാക്കുന്നത്, അതിലേക്ക് നോക്കണം. എത്ര നാടുകൾ അള്ളാഹു തആല നിർജീവമാക്കിയിരുന്നു, ഇപ്പൊ ആ നാടുകളൊക്കെ സജീവമായി വരുന്നുണ്ട്. അവിടെ പഴയകാലത്ത് എന്താ സംഭവിച്ചത്? വലിയ ഭൂചലനം സംഭവിച്ചു. പിന്നെ അള്ളാഹു തആല അതിനൊന്ന് സജീവമാക്കി കൊണ്ടുവന്നു. ആ വിഷയത്തിലേക്ക് നോക്കുമ്പോ നിനക്കൊരു പാഠം കിട്ടുന്നുണ്ട്. ഈ ഭൂമിക്ക് വലിയൊരു മാറ്റം വരാനുണ്ട്, എന്റെ എല്ലാ വിഷയത്തിനും മാറ്റം വരാനുണ്ട്, എന്നിട്ട് പിന്നൊരു ജന്മവും വരാനുണ്ട്. അതിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്, ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹി കൈഫ യുഹീൽ അർള ബഅദ മൗതിഹാ ഇന്ന ദാലക ലമുഹീൽ മൗതാ. നീ നോക്കൂ, ഗുജറാത്തിൽ ബോംബ് സംഭവിച്ച, സ്ഫോടനം സംഭവിച്ച, ദുരന്തങ്ങൾ സംഭവിച്ച, ഭൂമി കുലുക്കങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിലേക്ക് നോക്കൂ. അമേരിക്കയിൽ പോയി നോക്കൂ, 110 നില തകർന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ സ്ഥലം. ഇന്ന് ആ സ്ഥലം, ആ രൂപഭാവങ്ങൾ മാറിയിട്ട് വലിയ ചൊങ്കും ചൊറുക്കുമുള്ള കെട്ടിടങ്ങൾ വീണ്ടും അവിടെ സ്ഥാപിച്ചു വന്നു. ഒരുപാട് മാണിമാളികകൾ വീണ്ടും വന്നു. ഈ ഭൂമിയെ മറ്റു രൂപത്തിലേക്കാക്കിയിട്ട് പിന്നെ ഈ ഒരു സജീവത അല്ലാഹു തആല തരുമ്പോ നല്ലോണം ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ നാടുകളിൽ കണ്ടില്ലേ നിങ്ങള്, വെള്ളപ്പൊക്കമുണ്ടായിട്ട്, ഉരുൾപൊട്ടലുണ്ടായിട്ട് കുറെ ആളുകൾ മരണപ്പെട്ടു പോയി. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ മരണപ്പെട്ടു പോയ ആളുകളുടെ അനന്തരാവകാശികൾക്ക് വീട് വെച്ചതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിച്ചു. ഭൂമി നേരത്തെ മൗത്തായി, ഇപ്പത് ഹയാത്തായി. ആ വീട് വെക്കുന്നതിന്റെ മുമ്പ് ആ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു?
എന്തായിരുന്നു ആ സംഭവം? സംഭവിച്ച ഉടനെ തന്നെ ആ ഭൂമിയുടെ അവസ്ഥ, ആ ദുരന്തമുഖം എന്തായിരുന്നു? വയനാട്ടിലും കവളപ്പാറയിലും കരിഞ്ചോലയിലുമൊക്കെ പോയി കണ്ട ആളുകളില്ലേ? അള്ളാഹു നമ്മോട് പറയുന്നു, ഫൻലുർ, നല്ലോണം നോക്കണം നിന്റെ കണ്ടുകൊണ്ട്, ഇലാ ആസാരി റഹ്മത്തില്ലാ, അല്ലാഹു തആലാന്റെ അനുഗ്രഹത്തിന്റെ അടയാളങ്ങളിലേക്ക് നീ നോക്കണം. അല്ല ചെയ്ത കാരുണ്യത്തിന്റെ തിരുശേഷിപ്പുകളിലേക്ക്, അടയാളങ്ങളിലേക്ക് നീ നോക്കണം. കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ ശേഷം ആ ഭൂമി എങ്ങനെ അള്ളാഹു സജീവമാക്കി. ഇപ്പൊ സുഗമമായി അവിടെ കൂടുന്നു, താമസിക്കുന്നു, പ്രശ്നങ്ങളും ഭീതികളൊക്കെ വിട്ടുമാറിയ രൂപത്തിൽ. ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. അല്ലാഹു തആലാന്റെ കഴിവ് മനസ്സിലാക്കാൻ ആ കണ്ണ്. എത്ര നാടുകൾ, സുനാമിയുടെ തീരപ്രദേശങ്ങൾ, ഇപ്പൊ പോയാൽ ആ സുനാമി എന്ന് സംഭവിച്ച അടയാളങ്ങളൊന്നും അവിടെ കാണാനില്ല. രൂപഭാവങ്ങളൊക്കെ മാറി, അവിടെ വന്ന് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി, തകർന്നു പോയതൊക്കെ മാറ്റി, ആ തീരപ്രദേശങ്ങളൊക്കെ സജീവമാക്കി, പൊട്ടിപ്പൊളിഞ്ഞു പോയ കുടിലുകളൊക്കെ മടക്കിയിട്ട് നല്ല നല്ല കുടിലുകൾ ഉണ്ടാക്കി, കെട്ടിടങ്ങൾ ഉണ്ടാക്കി താമസിച്ചു ജനങ്ങള്. ഇത് നോക്കാനും കൂടിയാണ് കണ്ണ്. അള്ളാഹുവിന്റെ ഈ കണ്ണ് മറ്റൊന്നിലേക്ക് നോക്കണം. സൃഷ്ടികളിലേക്ക്, ചരാചരങ്ങളിലേക്ക് നോക്കണം. ബിനദിറിൽ ഇത്തിബാരി, പഠനവിധേയമാക്കുന്ന നോട്ടം കൊണ്ട് നോക്കണം, തള്ളരുത്. ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട് ദുനിയാവിൽ, അവർക്കുള്ള കഴിവിലേക്ക് നീ നോക്കണം. നമുക്കൊന്നും ഇല്ലാത്ത കഴിവുകൾ എത്ര ജീവികൾക്കുണ്ട്, വ്യത്യസ്ത കഴിവുകൾ എത്ര സൃഷ്ടിജാലങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ പറ്റി നന്നായൊന്ന് ആലോചിച്ച് ചിന്തിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഇതൊക്കെ നോക്കി ചിന്തിക്കാനാണ് അള്ളാഹു പറയുന്നത്. ഒട്ടകങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈഫ ഖുലിഖത്, വ്യത്യസ്ത രൂപം നൽകിയിട്ട് എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒട്ടകം ദാഹം താങ്ങുന്നത് പോലെ നിങ്ങൾ താങ്ങൂല, ആ ഒട്ടകം ദൂരം താണ്ടും പോലെ നിങ്ങൾ താണ്ടൂല, ആ ഒട്ടകത്തിന് വഴിയറിയും പോലെ പല പ്രാവശ്യം പോയ വഴിയും നിങ്ങൾക്ക് തെറ്റാം, ഒട്ടകത്തിന് തെറ്റൂല. എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട് അതിന്റെ ശരീരത്തില്. അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി പടച്ചു വെച്ചത് എത്രയുണ്ട്. എത്രയാ സഹോദരങ്ങളെ അത് ഭാരം ചുമക്കുന്നത്. ഏത് വിധേനയാണ് അത് അനുസരിക്കുന്നത്. ഒരു ചെറിയ കുട്ടിയാണ് അതിന്റെ കയറ് പിടിച്ചു കൊണ്ടുപോകുന്നതെങ്കിലും അനുസരിക്കും. ചെറിയ കുട്ടി വിളിച്ചാ നമ്മൾ അങ്ങ് പോകോ? കുട്ടിനെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കോ? എന്തൊരനുസരണമാണ് ഇത്. നോക്കി ചിന്തിച്ച് പഠിക്കാനാണ്. വഇലൽ ജിബാലി കൈഫ നുസിബത്, എന്ത് കെട്ടുറപ്പിലാണ് അല്ലാഹു തആല പർവ്വതങ്ങളെ ഉറപ്പിച്ചത്. എത്ര നൂറ്റാണ്ടുകളായി കുലുങ്ങാതെ അനങ്ങാതെ നിൽക്കുന്നു. എന്തൊരു കാവലാണ്, എന്തൊരു ഉറപ്പാണ്. നമ്മൾ ഉണ്ടാക്കി എത്ര ഭദ്രമായത് തകർന്ന് പൊളിഞ്ഞു വീഴുന്നുണ്ട്. വിള്ളല് സംഭവിക്കുന്നു, പൊട്ടിത്തുടങ്ങുന്നു. എന്തൊരു ഉറപ്പിലാണ് അല്ലാഹു നാട്ടിവെച്ചിരിക്കുന്നത്. വഇലസ് സമാഇ കൈഫ റുഫിഅത്, ഒരു തൂണും കൊടുക്കാതെ, ഒരു വിള്ളലുമില്ലാതെ എന്തൊരു സൗന്ദര്യത്തിലാണ് ആകാശത്ത് നിർത്തിയിരിക്കുന്നത്. വഇലൽ അർളി കൈഫ സുതിഹത്, എല്ലാവരുടെ ജീവിതോപാധിക്കും പറ്റിയ രീതിയിൽ ഭൂമി അല്ലാഹു തആല വിശാലമാക്കിയത് ഏത് രൂപത്തിലാണ്? എല്ലാവർക്കും തികയുന്ന രീതിയിലല്ലേ. കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യണം, ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കണം, കൃഷിക്കാർക്ക് കൃഷി ചെയ്യണം, വെള്ളം കുഴിച്ചെടുക്കുന്നവർക്ക് വെള്ളം കുഴിച്ചെടുക്കണം. എല്ലാറ്റിനും പറ്റുന്ന പരുവത്തിലാണ് അല്ലാഹു ഭൂമിയെ വെച്ചത്. അതേ സമയത്ത് ഒരേ രൂപത്തിലാണ് ഭൂമിയെങ്കിൽ ഒരാൾക്കും ആ ഭൂമിയിൽ മറ്റൊരു ഉപകാരം നടക്കൂല. കുഴിച്ചെടുക്കുന്ന ആളുകളുണ്ട്, ഖനനം ചെയ്യുന്നവരുണ്ട്, അവർക്കും ഭൂമിയിൽ സൗകര്യം വേണം. സുബ്ഹാനല്ലാഹ്, സ്വർണവും വെള്ളിയും രത്നങ്ങളും മുത്തുമൊക്കെ കുഴിച്ചെടുക്കുന്ന ആളുകളുണ്ട്, അവർക്കും ഭൂമിയെ പറ്റി അറിയണം. നല്ല
നല്ല വിലപിടിപ്പുള്ള കല്ലുകൾ വെട്ടിയെടുക്കുന്നവരുണ്ട്, അതിന് പറ്റിയ ഭൂമി വേണം. അതല്ല നല്ല ഉറപ്പുള്ള കല്ല് വേണോ, അതിന് പറ്റിയ ഭൂമി വേണം. മണല് പോലത്തെ പാറ വേണോ, മണലാക്കാൻ പറ്റിയ അതിനും പറ്റിയ ഭൂമി വേണം. എന്തെല്ലാം സംവിധാനങ്ങളാണ്, സൗകര്യങ്ങളാണ് അല്ലാഹു ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ചിന്തിക്കാൻ ധാരാളമുണ്ട്. അത് ചിന്തിക്കാനും നോക്കാനും നോക്കിക്കാണാനും കണ്ണല്ലാഹു തന്നിട്ടുണ്ട്. ദുനിയാവിൽ എപ്പോഴും താഴേക്കിടയുള്ളവരിലേക്ക് നോക്കണം, അതിനും കൂടിയാണ് കണ്ണ്. ദീനിലെപ്പോഴും മേലെയുള്ളവരിലേക്ക് നോക്കണം. അയാൾക്ക് എത്ര ഇൽമാണ് അല്ലാഹു കൊടുത്തത്, എനിക്കും ഇൽമു വേണമല്ലോ. എത്ര വലിയ ഇബാദത്തിന്റെ സൗന്ദര്യം കിട്ടിയ ആളാണ്, എനിക്കും ഇബാദത്തിൽ മുൻതൂക്കം വേണമല്ലോ. മേലോട്ട് ചിന്തിച്ചിട്ട് പടിപടിയായി മേലോട്ട് ഉയരണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാര് മത്സരിച്ചിരുന്നത് ഈ വിഷയത്തിലാണ്. മുന്നോട്ട് നീങ്ങിയിരുന്നത് ഈ വിഷയത്തിലാണ്. ദീനിന്റെ വിഷയത്തിൽ മുകളിലെത്താൻ വല്ലാത്ത മത്സരമായിരുന്നു. ചെറിയ മത്സരമല്ല, വല്ലാത്ത മത്സരം. ആദ്യം എത്തി എന്നൊരു സന്തോഷമില്ലേ, ആ സന്തോഷം ചെറിയ രൂപത്തിലല്ല. അവരാ സന്തോഷം വല്ലാതെ പങ്കുവച്ചിരുന്നു. ആ സന്തോഷം കൊണ്ട് തന്നെയാണ് പലരെയും അവർ മുന്നോട്ട് നിർത്തിയിരുന്നത്. പലരോടും അവർ ചോദിച്ചിരുന്നത്, പരിഗണിച്ചിരുന്നത്. പരിഗണിക്കാൻ നിമിത്തമായിരുന്നതും അതാണ്. ആ രൂപത്തിൽ ദീനിൽ മുകളിലേക്ക് നോക്കിയിട്ടുയരണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നളറ ഇലാ ഔറതിഹി വസൂഅതിഹി, തന്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ഒരിക്കലും ഞാൻ നോക്കിയിട്ടില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ശേഷം പിന്നെ ആ കണ്ടുകൊണ്ട് സ്വകാര്യ അവയവത്തിലേക്ക് നോക്കിയിട്ടില്ല. ആ കണ്ണിന്റെ സൗന്ദര്യം കുറഞ്ഞു പോകരുത്. കാരണം തങ്ങളെ മുഖത്തേക്ക് നോക്കിയ കണ്ണുകൊണ്ട് പിന്നെ അങ്ങോട്ട് നോക്കാൻ പറ്റൂല എന്നൊരു പാഠമാണ്, എന്നൊരു അദബ് സ്വീകരിച്ചതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മാ കദിബതു മുൻദു അസ്ലംതു, ഇസ്ലാമിലേക്ക് വന്നത് മുതൽ ഞാനൊരു കള്ളം പറഞ്ഞിട്ടില്ല. വമാ മസിസ്തു ഫർജി ബിൽ യമീനി മുൻദു ബയഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വലത്തെ കൈകൊണ്ട് എൻ്റെ ഗുഹ്യസ്ഥാനം ഞാൻ സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തത് മുതൽ വലാ അകൽതുൽ ഖുറാത വനഹ്വഹു മുൻദു ഖറഅതുൽ ഖുർആൻ, ഖുർആൻ ഓതി തുടങ്ങിയത് മുതൽ ദുർഗന്ധ വാസനയുള്ളൊരു പച്ചക്കറിയും വെള്ളുള്ളി പോലോത്ത ഒന്നും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. ഖുർആൻ ഓതിയ നാവിന്റെ സൗന്ദര്യം കെട്ടുപോകരുത്. കൈ കൊടുത്ത കൈയിന്റെ സൗന്ദര്യം മോശമായി പോകരുത്. ഇസ്ലാം സ്വീകരിച്ചത് മുതൽ പിന്നീട് എന്റെ ഇസ്ലാമിന്റെ സംസ്കാരം തകർന്നു പോകരുത്. കണ്ടില്ലേ, അറേബ്യയിലെ വലിയ കവിയായ ഒരു കവിത ഇറക്കിയാൽ ലക്ഷക്കണക്കിന് കോപ്പി ഒരു ദിവസം തന്നെ മാർക്കറ്റിൽ വിറ്റുപോയിരുന്ന ലബീദ്. ആ ലബീദിന്റെ വാക്ക് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അസ്ദഖു കലിമത്തിൻ ഖാലഹാ ഖൗലു ലബീദ്, നല്ല സത്യസന്ധമായ വാക്കാണ് ലബീദ് പറഞ്ഞത്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ലബീദ് പാടിയൊരു പാട്ടാണത്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാഹ് അല്ലാത്ത എല്ലാം തകർന്നു പോകുന്നതാണ്, എല്ലാം തരിപ്പണമായി പോകുന്നതാണ്, എല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. ആ ലബീദിനോട് സ്വഹാബത്ത് ചോദിച്ചു, ലബീദേ ഇപ്പൊ പാട്ടൊന്നും പാടാറില്ലേ, രചിക്കാറില്ലേ? ലബീദ് പറഞ്ഞു, ഇസ്ലാമിലേക്ക് വന്നത് മുതൽ, ഖുർആൻ ഓതിയത് മുതൽ പിന്നെ ഞാൻ പാട്ട് പാടിയിട്ടില്ല, എന്റെ കൈകൊണ്ട് എഴുതിയിട്ടില്ല. ഇതൊക്കെ പറയുമ്പോ കുട്ടിക്കാലം മുതൽക്ക് ഇത് ശീലമാക്കി വന്ന നമ്മള് ഇടക്കാലത്ത് വെച്ച് അള്ളാഹു സൗകര്യങ്ങളും സംവിധാനങ്ങളും തരുമ്പോ അതിൽ നിന്ന് മാറിപ്പോകുന്നത് സങ്കടകരമാണ്. മുമ്പ് നമ്മുടെ കയ്യിൽ മൊബൈലിന്റെ സൗകര്യമില്ല, ഉപകരണങ്ങളെ സൗകര്യമില്ല. അന്ന് നന്നായ രൂപത്തിലേക്ക് മടങ്ങിപ്പോകണം സഹോദരങ്ങളെ. ഇതുകൊണ്ട് ആ ഒഴിവ് സമയങ്ങളും മറ്റുമൊക്കെ ചെലവഴിക്കുന്നതിന് പകരം ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്തിയിട്ട്
അതിന്റെ നന്മകൾ മാത്രം ആസ്വദിച്ച് ഖുർആനോത്തിനത് തടസ്സമാകരുത്, മറ്റു ഹൈറായ കാര്യങ്ങൾക്കൊന്നും തടസ്സമാകരുത്. ആ രൂപത്തിലേക്കാ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ നോട്ടവും നമ്മുടെ കേൾവിയും നമ്മുടെ മനസ്സും ആ രൂപത്തിലേക്കാണ് തുനിയേണ്ടത്. അതെ, ഇതിനൊക്കെ കൊടുക്കേണ്ട നല്ല സ്വഭാവങ്ങൾ കൊടുക്കണം. മനസ്സിന്റെ ഇരുട്ടുണ്ട്, മനസ്സിന് കൊടുക്കുന്ന അക്രമം എന്താണെന്നറിയോ? ഖബൂലുൽ ഹഖ്ദി വൽ ഹസദി വൽ അദാവാ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. പോര് സ്വീകരിക്കുക, ഹസദ് ഉണ്ടാക്കിയെടുക്കുക, ശത്രുതയുണ്ടാക്കിയെടുക്കുക, ഹുബ്ബുദ് ദുനിയാ, ഇത് ഖൽബിന്റെ ഇരുട്ടാണ്. ദുനിയാവിനോടുള്ള അദമ്യമായ പ്രേമം, ആഖിറത്തിനോടുള്ള ഹുബ്ബ് കൂടുതലായി വരണം. കാരണം ഇത് നശിക്കുന്ന ജീവിതമാണ്, തീർന്നു പോകുന്നതെന്നും അറിയാത്തവരാരുമില്ല നമ്മളെ കൂട്ടത്തിൽ. പക്ഷെ ദുന്യാവിനോടുള്ള ആ ഒരു വല്ലാത്ത താല്പര്യം അതൊന്ന് വിട്ടുപോകണം, അതൊന്ന് പരിമിതപ്പെടുത്തണം. ആഖിറമുണ്ടെന്നൊരു ബോധ്യം നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലും പ്രവർത്തനങ്ങളിലും സ്വഭാവത്തിലും ചിന്തയിലും ഒക്കെ രൂപപ്പെട്ടു വരണം. വിശദീകരിക്കാൻ സമയമല്ല, അള്ളാഹു നമുക്ക് വിശദമായി പറയാൻ തൗഫീഖ് തരട്ടെ. ഒരു ഭാഗം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. മനസ്സിന്റെ ഇരുട്ടാണ് ഹസദ്. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്തതിൽ സന്തോഷത്തോടെ താല്പര്യപ്പെട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, മറ്റൊരാൾക്ക് അല്ലാഹു എന്ത് നിയമത്ത് കൊടുത്താലും അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള നാവ് റെഡിയാക്കി വെക്കണം. അതെങ്ങനെ കിട്ടിയെന്നും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല എന്നും വളഞ്ഞ വഴിക്ക് പറയരുത്, വ്യാഖ്യാനിക്കരുത്. അത് കൽബിന്റെ ചീച്ചിലാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കിട്ടിയോ? അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലല്ലോ, എന്തോ തരികട ഒപ്പിച്ചിട്ടുണ്ടാവും. അതൊന്നും നീ നോക്കണ്ട, അൽഹംദുലില്ലാഹ് എന്നങ്ങ് പറഞ്ഞേക്ക്. ശരിയോ തെറ്റോ ഓല് തീരുമാനിച്ചോട്ടെ. ഒരാൾക്ക് കിട്ടിയൊരു നിയമത്തിനെ പറ്റി നീ ചിന്തിച്ചു, നിനക്ക് കേട്ടു, കേട്ടപ്പോഴേക്ക് നിന്റെ കൽബിൽ സന്തോഷമാവരേണ്ടത് അൽഹംദുലില്ലാഹ് പറയണം. എന്നാ പിന്നെ അതിനോട് നിനക്കൊരു ദുരന്തവുമില്ല, ദുരിതവുമില്ല. അദാവത്ത്, ശത്രുതയുണ്ടാകരുത്. പകയും വിദ്വേഷവും അസദും. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തില് എന്തെങ്കിലും കുറവ് കണ്ടിട്ടുള്ളൊരു സ്വഭാവ രൂപഭാവങ്ങൾ ഉണ്ടാകരുത്. ഏറ്റവും വലിയ കേടാണത്, മനസ്സിന് പറ്റുന്ന വലിയ ഇരുട്ടാണത്. അത് സ്വന്തക്കാരിലാകാം, കുടുംബക്കാരിലാകാം, അയൽക്കാരിലാകാം, ആരിലുമാകാം, നാട്ടുകാരിലാകാം, അന്യനാട്ടുകാരിലാകാം. എന്ത് അല്ലാഹു ഒരു നിയമത്ത് കൊടുത്തോ ആ നിയമത്തിന് നിനക്ക് സന്തോഷം പറയാൻ കഴിയണം. അത് ശരീരത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, മക്കളിലാകട്ടെ, ഏത് വിധേന അല്ലാഹു തആല കൊടുത്ത നിയമത്തിലും ആ നിയമത്തിനെ കുറച്ച് കാണിക്കാതെ അല്ലാഹു ആ കൊടുത്തതിനെ ചോദ്യം ചെയ്യാത്ത നല്ല മനസ്ഥിതി വേണം. ഒരാൾക്ക് കൊടുത്തതിൽ നമ്മളെ കൽബിൽ വല്ല ഹസദും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെ ഈമാന്റെ കുറവാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാന്റെ കുറവ് എങ്ങനെയെന്ന് മനസ്സിലായോ? അയാൾക്ക് ആ കൊടുത്തത് അല്ലാഹു കൊടുത്തതല്ലേ, അത് ശരിയായില്ല എന്നല്ലേ വലയിരുത്തല്. അപ്പൊ അള്ളാഹിന്റെ ഖദറിലും ഖലായിലും നമ്മളെ ഈമാൻ എത്ര കുറഞ്ഞു. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്തതിനെ പറ്റി നമ്മളെ വീക്ഷണം എന്താ? അത് അത്ര ശരിയായില്ല, അത്ര കൊടുക്കണ്ടില്ലേ. പടച്ച റബ്ബിന് എവിടെ ഒന്ന് ചെറിയ ഖദറിൽ എന്തോ ഒരു മാറ്റം വന്നോ? ഈമാന്റെ കുറവ് ഹാസിദിന് ഈമാൻ കുറഞ്ഞു പോകുന്ന അത് ചെറിയൊരു രോഗമല്ല, അടുത്ത രോഗമാണ്, വല്ലാത്ത രോഗമാണ്. ഹസദ് മൂത്താൽ പിന്നെ അത് എത്തുന്നത് കൊലപാതകത്തിലേക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ ശുജായിയായി വർത്തിക്കുന്ന അതാണ്. ഈ ഉമ്മത്തിലുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണത്. ഹസദ് മൂത്തിട്ട് അതിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ. ഖൽബിന് കൊടുക്കേണ്ട ഇരുട്ട്, ഖൽബിന് കിട്ടുന്ന ഇരുട്ട് എങ്ങനെയാണ്? അല്ലാഹു തആലാനോട് ബന്ധം വേണ്ടേ? അതിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മഹബ്ബത്ത് വേണം, നല്ല ഹുബ്ബ് വേണം. ഖൽബ് ചാഞ്ഞു പോകാതിരിക്കാൻ, ചെരിഞ്ഞു പോകാതിരിക്കാൻ, അല്ലാഹുവിനോടുള്ള ബന്ധം ലെവലായി നിൽക്കാൻ തങ്ങളെ സുന്നത്തിനെ വല്ലാതെ പ്രേമിക്കണം, ഇഷ്ടപ്പെടണം. അത് ജീവിതത്തിൽ തപസ്സിരുത്തി കൊണ്ടു നടക്കണം. അത് ചെയ്യുന്നിടത്ത് വിഘ്നം വരുത്താതെ സൂക്ഷ്മത പാലിക്കണം. എന്നിട്ടോ തങ്ങളെ മദുഹും മഹബ്ബത്തും നമ്മുടെ ഇരുത്തത്തിലും കിടത്തത്തിലും മനസ്സിലുമൊക്കെ രൂപപ്പെടുത്തണം. തങ്ങളുടെ ഒരു സുന്നത്ത് നമ്മൾ ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, അതൊരു പ്രവർത്തനത്തിനൊരു കൂലിക്ക് വേണ്ടി മാത്രമാക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷമാകണം ആ ചെയ്യുന്നത്. നമ്മളൊരു പതിവ് അങ്ങനെയാകണം. അതില്ലാതെ നമുക്ക് പറ്റൂല എന്നൊരവസ്ഥയിലേക്ക് വരണം.
അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ കൽബിലത് വല്ലാതെ സ്ഥാനം പിടിച്ചത്. ഇവിടെയാണ് മഹാന്മാര് ഏതെങ്കിലും ഒരു സുന്നത്തിന് കുറവ് സംഭവിക്കുമ്പോഴേക്ക് അവര് വേദന വരുന്നത്, ബേജാറ് വരുന്നത്, അത് മൊത്തം സ്വീകരിക്കാതെ പോകുമോ എന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നത്. അതവരെ കൽബിൽ അത്രത്തോളം ആ സുന്നത്തിനോട് ഹുബ്ബുള്ളത് കൊണ്ടാണ്. കൽബിൽ കൊടുക്കേണ്ട വലിയ മഹബത്ത്, അള്ളാഹിനോടുള്ള മഹബത്ത് നിലനിന്ന് കിട്ടണോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് വേണം. ആ ഹുബ്ബിന്റെ ഏറ്റവും വലിയ അടിയാധാരം തങ്ങളെ പ്രകീർത്തിക്കലും മദ്ഹ് പറയലും സ്വലാത്ത് പറയലും അതോടൊപ്പം തന്നെ അവിടുത്തെ ഇത്തിബാഅ് ചെയ്യലുമാണ്. തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ നിന്ന് പിറകോട്ട് പോകരുത്. കഴിവിന്റെ പരമാവധി മുൻപന്തിയിൽ നിൽക്കണം. ഒരു കാലത്തിനനുസരിച്ചോ മറ്റോ നമ്മൾ കോലം കെട്ടാതിരിക്കാനുള്ള വഴിയും അതാണ്. എന്നും മാറിപ്പോകാതിരിക്കാനുള്ള വഴി അതാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ വിദേശത്തോ സ്വദേശത്തോ ഏറ്റവും വലിയ ഒരു സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ കയറിയെന്ന് കൂട്ടിക്കോളൂ. വലിയ സ്റ്റാർ ഹോട്ടലാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ദിവസം അവിടെ വരുമാനം വരുന്നത്. വിവിഐപികളാണ് അതിന്റെ ഉള്ളിൽ ഭക്ഷണത്തിന് വരുന്നത്. നിങ്ങൾ കയറി നോക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ സുന്നത്തിൽ നിന്ന് എത്രയോ ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ സുന്നത്ത് സൂക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ വേറിട്ട വ്യക്തിത്വമാ. കയറി നോക്കുമ്പോ എല്ലാവരും വികലാംഗരെ പോലെയാ ഭക്ഷണം കഴിക്കുന്നത്. രണ്ട് കൈ കൊണ്ടും എന്തൊക്കെയോ കോല് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു മറിച്ചതൊക്കെയാ ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചതുപോലെ കയ്യും കൈകി വൃത്തിയാക്കി ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളൊരു പഴഞ്ചൻ എന്ന അർത്ഥത്തിൽ നോക്കി ചിരിക്കുന്നവരുണ്ടാകും. നിങ്ങളെ മനസ്സിലുണ്ടാകേണ്ടത് സന്തോഷമാണ്. ഇക്കാണുന്ന 150 ചെയറുകൾക്കിടയിൽ ഒന്ന് കൈ കൈകിയിട്ട് സുന്നത്ത് യഥാവിധി സ്വീകരിച്ച് ഭക്ഷണം കഴിക്കുന്ന ആള് ആകാൻ അല്ലാഹ് എനിക്ക് തൗഫീഖ് തന്നല്ലോ. ആ ഒരു ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. ഇനി നാട്ടിലെ എല്ലാ കല്യാണങ്ങളിലും ആളുകളെ വരിക്ക് നിർത്തിയിട്ട്, നിങ്ങൾ കണ്ടില്ലേ റേഷൻ കടയിൽ വരുന്ന ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി അരിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത്? അവിടുത്തെ സിസ്റ്റം അതാണ്. അതിനെ അവിടെ കഴിയുള്ളൂ. അതേ രൂപത്തിൽ വഴിക്ക് നിർത്തിയിട്ട് ആളുകൾ അവരെ കൈ കൊണ്ട് തന്നെ കോരിയെടുത്തിട്ട് ഇരിക്കാനോ മറ്റോ സ്ഥലമില്ലാതെ നടന്നിട്ടും ഇരുന്നിട്ടും ചാഞ്ഞിട്ടൊക്കെ തിന്നുന്ന സുന്നത്തിനെതിരായ അവസ്ഥ കാണുമ്പോ അത് നിലനിർത്താൻ പാടുപെട്ടിട്ട്, അങ്ങനെ കൊണ്ടുവരാൻ പാടുപെട്ടിട്ട്, നിങ്ങൾ അതിനൊന്ന് ചേഞ്ച് വരുത്തിയിട്ട് ആ സുന്നത്തങ്ങനെ സ്ഥിരപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുന്ന പരിഗണന ഒന്ന് വേറെയാണ്. കാരണം നാട്ടിൽ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് പതിവായി പോയി. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധേയ വ്യക്തിത്വമായി മാറുന്നത്. നിങ്ങൾ ആ സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. വിളിക്കുന്ന അതിഥികളെ നല്ലോണം ബഹുമാനിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഇരുത്തിയിട്ട് അവർ ഇരിക്കുന്നിടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കലാണ് ഇക്റാമ്. അവരെ കൊണ്ട് ഭക്ഷണം എടുപ്പിക്കല് വിശ്വാസത്തിന് എതിരാണ്, സുന്നത്തിന് എതിരാണ്, ഹബീബായ തങ്ങൾക്ക് വെറുപ്പാണ്. അപ്പൊ ആ ശൈലിയിൽ നിന്ന് മാറിയിട്ട് നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം രൂപപ്പെട്ട് വന്നാലും ആ ഒരു സുന്നത്തിന് നിങ്ങൾ അടിയുറച്ച് നിൽക്കുന്നുണ്ടോ? അള്ളാഹുവുമായി നിങ്ങളെ കൽബിന്റെ കണക്ഷൻ വേർപിരിയൂല. കൽബിന്റെ ബന്ധം അള്ളാഹുവുമായി ഉറച്ചു നിൽക്കണോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി സ്നേഹിക്കുകയും അതേ നേരത്തെ പറഞ്ഞ ദുസ്വഭാവങ്ങളില്ലേ അതിൽ നിന്നൊക്കെ കൽബിനെ മുക്തമാക്കി കൽബിന്റെ ദുസ്വഭാവങ്ങളിൽ നിന്ന് കൽബിനെ സംരക്ഷിച്ചെടുത്ത് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്നസം അവൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അറിയുന്നതേ പറയാവൂ, അറിയുന്ന വിഷയത്തിലെ കൈകാര്യം ചെയ്യാവൂ, അറിയുന്ന വിഷയത്തിന്റെ പിന്നാലെ പോകാവൂ. അറിയാത്ത ഒന്നിനും നീ മെമ്പറാകരുത്. കാരണം ഇന്നസം അവൽ ബസറ വൽ ഫുആദ, കേൾവിയും കാഴ്ചയും മനസ്സുമൊക്കെ കാന മസ്ഊലാ, ചോദിക്കപ്പെടുന്നൊരു സന്ദർഭം വരാനുണ്ട്. ലിമസ്തമഅ്തുമുസ്സംഅ, എന്തിലാണ് കേൾവിയെ ഉപയോഗിച്ചത്? അഫി ത്വാഅതി അം ഫിൽ
മാസിയാ, അല്ല പൊരുത്തപ്പെട്ട വിഷയത്തിലാണോ, അല്ല എതിർത്ത കാര്യത്തിലാണോ? ഓരോ അവയവങ്ങൾക്കും ആ രൂപത്തിലൊരു ചോദ്യമുണ്ട്, ആ രൂപത്തിലൊരു വിഷയം വരാനുണ്ട്. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവയവങ്ങൾക്ക് കഴിവ് കൊടുക്കുകയാണ്. എന്നിട്ട് ആ അവയവങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു പഠിപ്പിച്ചില്ലേ, അവർക്കെതിരെ അവരുടെ നാവുകൾ സാക്ഷി പറയുന്ന ദിനം. വഅയ്ദീഹിം അവരുടെ കൈകളും, വഅർജുലുഹും അവരുടെ കാലുകളും, ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ച കാര്യങ്ങളെ കൊണ്ട് സാക്ഷി പറയുന്ന ദിനം. അപ്പൊ അതിൽ അല്ലാഹു തആല സംസാരത്തിനൊരു ജീവൻ ഇട്ട് കൊടുക്കുകയും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കൃത്യമായി നേർക്ക് നേരെ നമ്മൾ മടിക്കുമ്പോ ആ അവയവങ്ങളോട് ചോദിക്കുന്നു, അവ മറുപടി പറയുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. അതെ, അതുകൊണ്ട് അവയവങ്ങൾക്ക് അക്രമം കൊടുക്കാതെ നല്ല രൂപത്തിലും ഭാവത്തിലുമായി പെരുമാറണം. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഇമാം സുയൂത്തി തങ്ങൾ കൊണ്ടുവന്ന ഒരു ഹദീസ് ശ്രദ്ധേയമാണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, മറ്റൊരാളെ കുറിച്ച് അറിവില്ലാത്തത് നീ പറയരുത് എന്ന് പറഞ്ഞെടുത്ത് മഹാനവറുകൾ കൊണ്ടുവന്നൊരു ഹദീസ്. അയ്യുമാ റജുലുൻ ശഅല റജുലിൻ മുസ്ലിമിൻ, ഏതൊരു ആണോ പെണ്ണോ ആരോ ആകട്ടെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മേൽ ഇല്ലാത്ത ഒരു വിഷയം പറഞ്ഞു പരത്തി, മൊത്തം പരത്തി, അയാളാണ് പരത്തിയെന്ന് പറയില്ല, നാട്ടിൽ അയാളാണ് ആദ്യം അത് വിട്ടത് എന്ന് പറയും. സത്യത്തിൽ ആ മുസ്ലിം അതിനെ തൊട്ട് നിരപരാധിയാണ്. അയാൾ ആ വിഷയത്തിൽ ബന്ധല്ല, അയാൾ ആ വിഷയം ചെയ്തിട്ടെന്നല്ല. പക്ഷെ ഒരാളെ മേൽ അങ്ങനെ വന്ന് പറഞ്ഞു പരത്തിയാൽ കാന ഹഖ്ഖൻ അലല്ലാഹി അയ്യുദീബഹു യൗമൽ ഖിയാമത്തി ഫിന്നാർ, ഇവനെ നരകത്തിലിട്ട് ഉരുക്കി വാർക്കിയെടുക്കൽ അല്ലാഹുവിന്റെ മേലെ ഹഖാണ്. ഹത്താ യഅതി ബിനഫാദി മാ ഖാൽ, അവൻ പറഞ്ഞതിനുള്ള വിഷയം തീരുന്നത് വരെ. ഏത് കലിമത്താ പറഞ്ഞത്, എത്ര ഡേഞ്ചർ ഉള്ളതാ പറഞ്ഞത്, അത് എത്രമാത്രം ആളുകളിലേക്ക് പരന്നു, എത്രമാത്രം ആ മനുഷ്യന്റെ മനസ്സ് വിഷമിച്ചു, കുടുംബം വഷളായി, നാട്ടിൽ നിന്നയാൾ മറുനാട്ടിലേക്ക് താമസിച്ചു. ഇതിനൊക്കെ കൂടി കാരണമായതൊരു കലിമത്തല്ലേ. സത്യത്തിൽ അയാൾ ആ കലിമത്തിന്റെ ആളല്ല, ആ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ആള് മുക്തനാണ്. പക്ഷേ എഴുതി വിട്ടൊരാളുണ്ടല്ലോ, പറഞ്ഞു പരത്തിയ ഒരാളുണ്ടല്ലോ, അയാള് കുടുങ്ങുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞു പരത്തരുത്. ശരിയായ അറിവ് വന്നങ്ങ് തേടണം, എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം, എന്നിട്ട് ചോദിക്കണം. അപ്പോഴല്ലേ അത് ശരിയാകൂ. അറിയാത്തത് പറയുന്ന ആൾക്കാരൊക്കെ ഇമാമിങ്ങൾ തിരുത്തി. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരാളുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അയാൾ വന്നിട്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഒരു കാര്യം ശരിയായില്ല. എന്താന്ന് വെച്ചു, തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത് രണ്ടും യഹൂദികൾക്കായിപ്പോയി. ആരെ പറ്റി? അലി റളിയല്ലാഹുവിനെ പറ്റി, ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി. നഊദു ബില്ലാഹ്. അയാളെ വർത്താനം അങ്ങനെ. അത് അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ കാതിലെത്തി. അങ്ങനെ ഒരാൾ പറയുന്നുണ്ടല്ലേ, നിസ്കാരക്കുണ്ട്, നിസ്കാരക്കുള്ള ആളല്ലേ, അല്ലാത്തത് പറയും. അങ്ങനെ വാദമുണ്ടല്ലേ. ഇയാളെ ഒരു ടൈമിൽ കിട്ടിയപ്പോ ഇമാം അവർകൾ വിളിച്ചു, നിങ്ങൾ വരി, നിങ്ങളെ കുട്ടിയെ കെട്ടിക്കാനായില്ല. കെട്ടിക്കാനായിട്ട്, കല്യാണത്തിന് ടൈമായിട്ടുണ്ട്, നല്ലൊരു പുതിയാപ്പിളുണ്ട്. ഉസ്താദ് കൊണ്ട് തന്നെ പുതിയാപ്പിള നമുക്ക് സമ്മതമാണല്ലോ, നമുക്ക് അന്വേഷിക്കേണ്ടല്ലോ, ഉസ്താദിന്റെ പരിചയമുള്ള ആളല്ലേ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാ ഞാൻ 2 ദിവസം ഒന്നുകൂടി അന്വേഷണം കൂടെ പറയാമെന്നു. കുറച്ചുകൂടി ഇയാളെ മനസ്സിന് താല്പര്യപ്പെട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ വീണ്ടും വന്ന് അന്വേഷിച്ചു, അല്ലാത്ത താല്പര്യത്തോടെ. ഒരു വിവരം കേട്ടാൽ നമ്മൾ വേഗം വന്ന് അന്വേഷിക്കുമല്ലോ. വന്നു, ഇമാമുല്ലാതെ തങ്ങൾ പറഞ്ഞു, അയാളൊക്കെ ശരിയാണ്, പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട് ആൾക്ക്. എന്താ കുഴപ്പം? ആളൊക്കെ ക്ലിയറാ, കുടുംബം നോക്കാനും പോറ്റാനും നിങ്ങളെ കുട്ടിയാളെ കൂടെ ജീവിക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ലാതെ കഴിയും. പക്ഷെ ആള് യഹൂദിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇയാളെ മുഖഭാവം മാറി. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്റെ മോളെ യഹൂദിനെ കൊണ്ട് കെട്ടിക്കാനോ? അയാൾ ഇങ്ങനെ ഡേഞ്ചറായിട്ട് തുള്ളിയില്ലേ. എത്രത്തോളം അയാൾ തുള്ളുണ്ട്. അബൂഹനീഫ നോക്കാം, തുള്ളട്ടെ അയാള്.
ഇയാൾ സ്ട്രോങ് ആകട്ടെ. ഇയാളിങ്ങോട്ട് സംസാരം ഇങ്ങനെ ഊക്കൂട്ടിയപ്പോ ഒറ്റ ചോദ്യം ചോദിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരായ നിങ്ങളുടെ മകളെ ഒരു യഹൂദിയെ കൊണ്ടൊന്ന് കല്യാണം അന്വേഷിച്ചൂടെ? ഞാൻ ചോദിച്ചപ്പോഴേക്ക് ഇത്ര ഡേഞ്ചറായി തുള്ളിയെങ്കിൽ ലോകത്ത് അക്മലുൽ ഖൽഖായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മക്കളെ യഹൂദികൾക്ക് കെട്ടിച്ചു കൊടുക്കുമോ? ഉടനെ തന്നെ അയാൾ സ്റ്റക്കായി പോയി, വർഷപോയി. ഉടനെ തൗബ ചെയ്ത് മടങ്ങണം. ആ നിമിഷം ആള് പൊട്ടിപ്പോയി. അപ്പോഴാണ് അയാൾ സത്യത്തിൽ ചിന്തിച്ചത്. അയാളെ കൽബിന് ശരിക്ക് കുറിക്ക് കൊണ്ടത് അപ്പോഴാണ്. നിന്ന് തരിച്ചുപോയി, ഉത്തരം പറയാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുപോയി, പശ്ചാത്തപിച്ചു മടങ്ങി. അതാണ് ഇമാമിങ്ങളുടെ ദൗത്യം. അത്തരത്തിലുള്ള ആളുകളെ ആ രൂപത്തിൽ ചികിത്സിച്ചു മാറ്റണം. തെളിവ് ശരിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക് തെളിവ് പറഞ്ഞു കൊടുക്കണം. ഈ രൂപത്തിലുള്ള ആൾക്കാർക്ക് ഈ രൂപത്തിലുള്ള തെളിവും കൊടുക്കണം. എന്നിട്ട് അവർ അന്ധവിശ്വാസത്തിൽ നിന്ന് മാറ്റണം. എന്താണ് അയാളെ പറഞ്ഞ വാദം? എത്ര വലിയ ഗൗരവമുള്ളതാ! സുബ്ഹാനല്ലാഹ്, ഇമാമിങ്ങളൊക്കെ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്, ഞങ്ങൾ അംഗീകരിക്കുന്ന ഞങ്ങളുടെ നേതാവാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചോദിച്ചു. എല്ലാരെ പറ്റിയും ചോദിച്ചപ്പോൾ ഒരേ വാർത്ത. ചോദ്യകർത്താവിന്റെ ഉദ്ദേശം എന്താ അറിയാം? അലി റളിയല്ലാഹു അൻഹുവിനല്ലേ ആദ്യ ഖിലാഫത്ത് കിട്ടേണ്ടത്? ചോദിക്കാനാ വന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം തുടങ്ങുമ്പോഴേക്ക് മനസ്സിലായി ഇതാണ് അസുഖം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ വാദം ഒരു ചെറിയ രൂപത്തിലെങ്കിലും ശരിയാണെന്ന് വെക്കുകയാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അന്നവിടെ പന്തലിൽ വരാതിരിക്കണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു നേരെ പോയി ബൈഅത്ത് ചെയ്തിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. സ്വഹാബത്തിൽ ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചോ? ആ മനുഷ്യന് തെളിവുകളൊക്കെ പറഞ്ഞു തിരുത്തി കൊടുത്തു. എല്ലാ സ്വഹാബിമാരെയും ഒരുപോലെ ബഹുമാനിക്കണം. ഒരാളെയും വേർതിരിച്ച് കണ്ടിട്ട് അവര് ശരിയല്ല ഇവര് ശരിയല്ല എന്ന നിന്റെ വാദമില്ലേ, അതൊരിക്കലും ശരിയല്ല. അങ്ങനെ വിശ്വസിക്കരുത്, ചിന്തിക്കരുത്. സുബ്ഹാനല്ലാഹ്, ദുർവിശ്വാസങ്ങളല്ലേ അങ്ങനെ വരുന്നത്. അതുകൊണ്ടൊരു മുസ്ലിമായ ആണിന്റെ പേരിലും മുസ്ലിമത്തായ പെണ്ണിന്റെ പേരിലും ഒരിക്കലും അവർ ചിന്തിക്കാത്ത വിഷയങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൂടാ. 9ാമത്തെ വിഷയം തിരുത്തണം. നമ്മൾ തിരുത്തിയേക്കണം. അത് കിബ്റാണ്. വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ നീ ധിക്കാരത്തോടെ നടക്കരുത്, ധിക്കാരത്തിന്റെ പ്രവർത്തനം പ്രവർത്തിക്കരുത്, അഹങ്കാരത്തിന്റെ വാക്ക് പറയരുത്, അഹങ്കാരത്തിന്റെ നോട്ടം നോക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തുലാ. നീ എത്ര വലുതായാലും ഭൂമി തുറന്നിട്ടതിന്റെ അങ്ങേയറ്റം കണ്ടെത്താൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എത്ര നീ മേൽപോട്ട് പൊങ്ങിയാലും വലൻ തബ്ലുഗൽ ജിബാല തുലാ, പർവ്വതത്തോളം വലിയൊരു ഉയർച്ചയും പ്രശസ്തിയും നിനക്ക് കിട്ടൂലല്ലോ. കിബർ കൊണ്ട് മനുഷ്യ നീ എങ്ങും ഉയരാൻ പോകുന്നില്ല. കിബറിന് പകരം കൊടുക്കേണ്ടത് വിനയമാണ്, തവാളുവാണ്. സ്വന്തത്തിൽ ഒരാൾ വലുതായി എന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ഒരിക്കലും അങ്ങനെ തോന്നരുത്. മൻ തഅല്ലമ ഫീ നഫ്സിഹി വഖ്താല ഫീ മശീതിഹി. നല്ല പവറോടെ നടക്കുമ്പോൾ ഒരാൾക്ക് തോന്നി ഞാൻ കുഴപ്പമില്ലാന്ന് തോന്നിപ്പോയോ, ലഖിയല്ലാഹ വഹുവ അലൈഹി ഗൾബാൻ. അല്ലാഹു തആലാനെ അവൻ അഭിമുഖീകരിക്കുന്നത്, അല്ലാഹു തആലാനെ അവൻ കാണുന്നത് റഹ്മത്തിന്റെ നോട്ടത്തോടെയല്ല, അതൃപ്തിയുടെ രൂപത്തിലാണ്, അതൃപ്തിയുടെ നോട്ടത്തിലാണ് റബ്ബ് തആലയെ കാണേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, നിയമം വിട്ട് പരിധി വിട്ട് നടക്കുന്ന സ്വഭാവം അതാണ് വലാ തംശി ഫിൽ അർളി മർഹാ. ഒന്നും പറഞ്ഞാൽ അനുസരിക്കൂല. അഹങ്കാരിയായി കിബ്രനായി നടക്കുന്ന മനുഷ്യനോട് അല്ലാഹു പറയുന്നത്, മനുഷ്യ
നീ ഭൂമിക്കും ആകാശത്തിനുമിടയിലാണ്. നിന്റെ താഴെ ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി തുറന്നിട്ടതിന്റെ അവസാനം കണ്ടെത്താൻ നിനക്ക് കഴിയൂലല്ലോ. മുകളിൽ ആകാശമുണ്ട്, അങ്ങോട്ടെത്താനും നിനക്ക് കഴിയൂലല്ലോ. രണ്ടും ജമാദാണ്, നിർജീവമാണ്, അള്ളാഹുവിന്റെ വലിയ സൃഷ്ടിയാണ്. അതിനിടയിലാണ് നീ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം മനുഷ്യനെ ഓർമ്മപ്പെടുത്തലാണ്. കൗനുഹു ളഈഫൻ ആജിസാ, മനുഷ്യൻ ദുർബലനാണ്, ശക്തി കുറഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരം യോജിച്ചതല്ല. ഈ രണ്ട് വസ്തുക്കളെ നീ കണ്ടില്ലേ, ആകാശത്തെയും ഭൂമിയെയും? എത്ര ശക്തിയുണ്ട്, എത്ര സൗന്ദര്യമുണ്ട്, എത്ര കഴിവുകൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അത് രണ്ടിലേക്കും ചേർത്തി നോക്കുമ്പോ നീ ദുർബലനാണ്, ശക്തി കുറഞ്ഞവനാണ്. ശക്തി കുറഞ്ഞ നിനക്ക് വേണ്ടത് തവാളു ആണ്, വിനയമാണ്. നിനക്ക് കിബറല്ല ഉണ്ടാകേണ്ടത്. അതേ സമയത്ത് ചില അഹങ്കാരത്തിന്റെ ശൈലി, ചില ഭാഗങ്ങളിൽ സ്തുതിക്കപ്പെടുന്ന ശൈലിയുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, വഖദ് യകൂനു തകബ്ബുറു വമാ ഫീ മാനാഹു, വലുപ്പത്തരം നടിക്കുന്നതും വലിയ രൂപഭാവം കാട്ടുന്നതും ചിലപ്പോൾ മഹ്മൂദാ, സ്തുത്യർഹമായ വിഷയമായി മാറും. വദാലിക അലാ അദാഇല്ലാഹി വല്ലലമാ, അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെയും അക്രമികൾക്കെതിരെയും നീ തിരിയുമ്പോ, പോരാടുമ്പോ നിനക്കൊരു പവറും മൂക്കും കിട്ടിയാൽ അത് അല്ലാഹു നിനക്ക് തന്ന വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു ഉയർച്ചയാണ്. അതുകൊണ്ടാണ് ഹദീസിൽ പറഞ്ഞത്, മിനൽ ഗൈറതി മാ യുബ്ഗിദുല്ലാഹ അസ്സ വജല്ല വമിൻഹാ മാ യുഹിബ്ബുല്ലാഹ അസ്സ വജൽ. ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ, ഈർഷ്യത വെക്കുമ്പോൾ തന്നെ അതിൽ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഉണ്ട്. ഏതാ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ടത്, ഏതാണ് അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടാത്തത്? വമിനൽ ഖുയലാഇ, പവർ നടിക്കുന്നതിലും മായുഹിബ്ബുല്ലാഹ അസ്സ വജല്ല, അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടുന്നതുണ്ട്. വമിൻഹാ മാ യുബ്ഗിദുല്ലാഹ അസ്സ വജൽ, അല്ലാഹു തആല വെറുക്കുന്നതും ഉണ്ട്. ഫഅമ്മൽ ഗൈറത്തുല്ലതി യുഹിബ്ബുല്ലാഹ്, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഈർഷ്യത ഏതാണെന്നറിയോ? യുഹിബ്ബുല്ലാഹ അൽ ഗൈറതു ഫിദ്ദീൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഈർഷ്യത ദീനിന്റെ വിഷയത്തിലുള്ള ഈർഷ്യതയാണ്. ദീൻ കാര്യത്തിലാണ് നിനക്ക് മറ്റൊരാളോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ സഹോദരനോട് ഏതെങ്കിലും ഒരു വിധേന ദേഷ്യം വന്നോ, ഈർഷ്യത വന്നോ? ദീനിന്റെ വിഷയത്തിലാണോ, വിശ്വാസത്തിന്റെ കർമ്മത്തിന്റെ അങ്ങനത്തെ വിഷയത്തിലാണോ? ആ ഗീറത്ത് അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാണ്. ഭൗതിക വിഷയത്തിലുള്ളത് അല്ലാഹ് ഇഷ്ടപ്പെടാത്തതാണ്, വെറുപ്പുള്ളതാണ്. വല്ലതീ യുബ്ഗില്ലാഹ അൽ ഗൈറതു ഫീ ഗൈരി ദീനിഹി, ദീൻ കാര്യത്തിലല്ലാത്തതിലാണോ ഈർഷ്യത വെക്കുന്നത്, അത് അല്ലാഹ് തൃപ്തിപ്പെടാത്തതാണ്. നീ മറ്റൊരാളോട് വെക്കുന്ന ഈർഷ്യത, അയാളൊരു ഹറാമ് ചെയ്യുന്നുണ്ട്, ആ ഈർഷ്യത അയാളോട് തിരുത്താനാണ് നിന്റെ ഈർഷ്യത. അയാളെ കൊല്ലാനോ അയാള് തോറ്റുപോകാനോ അല്ല. നിനക്കെന്തിനാ അയാളോട് ദേഷ്യം? ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടത് മാറിക്കിട്ടാനാണ്. നീയും അയാളും തമ്മിൽ വലിയ ബന്ധമാണ്. നിന്റെ ഈ ഒരു മാറ്റം കൊണ്ട് അയാൾക്ക് മാറ്റം ഉണ്ടാകും. ഞങ്ങളെ അടുപ്പത്തിൽ ഇങ്ങനെ ഒരു അകലം വന്നാൽ അയാൾ ചിന്തിക്കും, സ്വാഭാവികം അയാൾ മാറും. അയാൾ മാറാൻ വേണ്ടിയാണ് നിന്റെ ഈർഷ്യത. അത് അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാണ്, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. വേറെ ഏതെങ്കിലും കാര്യത്തിലുള്ള ഈർഷ്യത, ദീൻ കാര്യത്തിലല്ലാതെ പിന്നുള്ള ദുന്യാവിന്റെ കാര്യല്ലേ, അതിലുള്ള ഈർഷ്യത അല്ലാഹ് ഇഷ്ടപ്പെടൂല, അത് അല്ലാഹ്ക്ക് വെറുപ്പുള്ളതാണ്. ഏതാ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഖുയലാ, പവറും പത്രാസും ഒക്കെ? അത് ഇഖ്തിയാലുർ റജുലി ബിനഫ്സിഹി ഇൻദൽ ഖിതാൽ, പോരാട്ട സമയത്ത് ഒരാൾക്കുണ്ടാകുന്ന മനോവീര്യം സ്വഹാബത്തൊക്കെ പ്രകടിപ്പിച്ചില്ലേ? ഉമൈർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? നല്ല സന്തോഷത്തോടെ കഴിക്കുന്ന കാരക്കങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് റഖ്ലൻ ഇലല്ലാഹി ബിഗൈരി സാദി ഇല്ലാ തുഖാവ അമലൽ മാദി. ചെറുപ്പക്കാരനായ ഉമൈർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹു ആകാശഭൂമികൾക്ക് വിശാലതയുള്ള സ്വർഗമുണ്ടെന്ന് കേട്ടപ്പോഴേക്ക് ഇക്കാരൊക്കെ തിന്ന് കഴിയും വരെ ഞാൻ ഈ ഭൂമിയിൽ ബാക്കി നിൽക്കുകയാണെങ്കിൽ ഇന്നഹാല ഹയാത്തും ത്വീല, അതൊരു നീണ്ട ജീവിതമാണ്, എനിക്ക് വേഗം അങ്ങോട്ട് പോവുകയാണ് വേണ്ടത്. മുടന്തം കാലുകൊണ്ട് വന്ന അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, ഇതേ മുടന്ത് കൊണ്ട് എനിക്കൊന്ന് പെട്ടെന്ന് സ്വർഗത്തിലെത്തണം, എന്നെ ജിഹാദിന് വേണ്ടി മക്കൾ വിടുന്നില്ല, വല്ലാത്ത താല്പര്യം കൊണ്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ മക്കളോട് പറഞ്ഞു, മക്കളെ വാപ്പാനെ തടയണ്ട,
ഹജ്ജത്ത് കൊണ്ട് മുടന്നുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടി നടക്കുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞു. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹദ്. ഉഹദിന്റെ അപ്പുറത്തുനിന്ന് ഞാൻ സ്വർഗം വാസനിക്കുന്നു. അപ്പറഞ്ഞ പറച്ചിലൊക്കെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാ. അള്ളാഹുവിന്റെ ധർമ്മസമരത്തിലാണ്. മറ്റൊന്ന് സുഹൃത്തുക്കളെ നമുക്ക് വകുപ്പുള്ളത്, ദാനധർമ്മം ചെയ്യുമ്പോഴുള്ള പവറില്ലേ, അത് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. 2 ദിവസം മുമ്പ് ശൈഖുന പറഞ്ഞില്ലേ, ധാരാളം തരുന്ന ആളാണ്, ഇപ്പൊ തന്നാലും കുറച്ചെന്ന് ചോദിച്ചാൽ പിന്നെയും തരുമെന്ന്. അതൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. നല്ലൊരു പറച്ചിലാണ്, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന പറച്ചിലാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കൊടുക്കുന്ന സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരെല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാകട്ടെ. പ്രയാസപ്പെട്ടിട്ടും കൊടുക്കാൻ തുനിഞ്ഞ് വന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കൊടുക്കാതിരുന്നാൽ പറ്റൂലല്ലോ, 10 ദിവസമായിട്ട് ഞാനൊന്നും കൊടുക്കാതിരുന്നാൽ ഇങ്ങനെ എൻ്റെ പ്രയാസമൊക്കെ അങ്ങോട്ട് മാറിക്കോളും എന്ന് കരുതി കൊടുക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. സഹോദരങ്ങളും സഹോദരിമാരും, അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ആ ഒരു ടൈമിൽ വരുന്ന സന്തോഷമല്ലേ, ആ ഒരു പവർ, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. സ്വതക്ക കൊടുത്തിട്ടുള്ളൊരു പവറില്ലേ. അതുകൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, എന്താ ഇനി ബാക്കി വെച്ചതെന്ന് ചോദിച്ചു. അബഖൈതുല്ലാഹ വ റസൂലു, പരക്കാർക്ക് ബാക്കിയോ? മക്കൾക്കും കുടുംബത്തിനും അള്ളാഹും റസൂലും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ഇതേപോലത്തെ പകുതി ഉണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഒരു നിലക്ക് ലാ അസ്ബിഖുക അഹദൻ ലാ അസ്ബിഖുക ലാ ഷൈ, ഒരു കാര്യത്തിനും നിങ്ങളെ ഓവർടേക്കിന് ഞാനില്ല, നടക്കൂലത്. ഇന്ന് ഞാനും തീരുമാനിച്ചു നോക്കിയതാണ്, പക്ഷെ നടക്കൂല. കൊടുത്തിട്ടുണ്ടല്ലോ ഒരു സന്തോഷം. ഖുർആൻ പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലോ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ എന്തൊരു മദ്ഹാണ് അള്ളാഹു പറഞ്ഞത്. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅതി മാലഹു യതസക്കാ. ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ കൊടുക്കുക. അല്ലാഹു തആല വിശേഷിപ്പിച്ചു നോക്ക്, അൽ അത്ഖാ, ഏറ്റവും വിശുദ്ധിയുള്ള ഒരു മഹാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നിരുപാധികാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇതൊരു പ്രത്യേക തരത്തിൽ എത്രയും കൊടുക്കന്നെ, ഒരു കുറവില്ലാതെ. ഇത്ര പോയ സമയത്ത് എല്ലാ സ്വത്തും കൊണ്ടുപോയി എന്നൊരു പരാതി അന്ന് ബാപ്പ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. സിദ്ദീഖ് അള്ളാന്റെ ബാപ്പാന്റെ അടുത്തെത്തി, മക്കളെ പട്ടിണിയിലാക്കിയിട്ട് പോയത്. മക്കളും കുടുംബത്തൊക്കെ പട്ടിണിയിലാക്കിയിട്ടുള്ള സമ്പത്തൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാപ്പ വീട്ടിൽ വന്നപ്പോ മക്കളൊക്കെ അവിടെ ഉണ്ട്, അസ്മാ ബീവി ഉണ്ട്, ആയിഷ ബീവി ഒക്കെ ഉണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊന്നും ബാക്കി വെക്കാതെ ഒക്കെ കൊടുത്തുകൊണ്ട് വയ്ക്കണമെന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മക്കളെ അതിനനുസരിച്ച് നല്ല പവർ ഉണ്ടാകുമല്ലോ. അസ്മാ ബീവി റളിയല്ലാഹുന്ന അപ്പുറത്ത് ചെറിയൊരു കവറിൽ കുറച്ച് കണ്ടാ ദിർഹമൊക്കെ തോന്നിക്കുന്ന കുറച്ച് കല്ലുകളും മറ്റൊക്കെ ഉണ്ട്. അതെടുത്തിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ബാക്കി വെച്ചിട്ടാണ്, എന്നാ പിന്നെ സാരല്ല എന്നും പറഞ്ഞു. അവർക്കൊരു പ്രശ്നമില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന് അങ്ങനെ ഒരു അർപ്പണബോധം ഉണ്ടെങ്കിൽ അതേ രൂപത്തിൽ തന്നെയല്ലേ മക്കളും. പിന്നെന്ത് പറയാനാ, എന്ത് നഷ്ടം വരാനാ? അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. ആ ഒരു സന്തോഷം. അതേ സമയത്ത് സുഹൃത്തുക്കളെ, അല്ലാഹു വെറുക്കുന്ന അഹങ്കാരമില്ലേ, അത് ബാത്തിലുള്ള അഹങ്കാരമാണ്. സത്യത്തിനെതിരായ വിഷയത്തിൽ ഊക്കോടെ പറഞ്ഞിട്ടൊരു അഹങ്കാരം, നിരീശ്വരവാദിക്കുള്ള അഹങ്കാരം, ദീനിന് എതിരെ പറയുന്ന ആൾക്കാർക്കുള്ള അഹങ്കാരം, ദീന് തിരുത്തുന്ന ആൾക്കാർക്കുള്ള അഹങ്കാരം, ദീന് ഹറാമാക്കിയ കാര്യം പരസ്യമായി ചെയ്തിട്ടുള്ള അഹങ്കാരം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹറാമാണെന്ന് അവൻ അറിയാം, അവന് പറയുന്നുണ്ട്, ഞാനിതൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് അല്ലാഹു വെറുക്കുന്ന അഹങ്കാരമാണ്. വലാ തംശി ഫൗഖൽ അർളി ഇല്ലാ തവാളുആ ഫകം തഹ്തഹാ ഖൗമുൻ ഹുമൂ മിൻക അർഫഉ. ഭൂമിയിൽ വിനയത്തോടെ നടക്കണം മനുഷ്യ. ഭൂമിന്റെ ചുവട്ടിൽ നിന്നെക്കാൾ എത്ര ബഹുമാനമുള്ളവരുണ്ട്, എത്ര സ്ഥാനമാനമുള്ള ശുഹദാക്കളുണ്ട്, എത്ര ഔലിയാക്കളുണ്ട്, എത്ര ഉലമാക്കളുണ്ട്, എത്ര മുത്തഖീങ്ങളുണ്ട്, എത്ര നാട്ടിലെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത പ്രമാണിമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഉമ്മാമമാരുണ്ട്. അവരൊക്കെ ജീവിച്ച ഭൂമിയിലാ ഞാൻ ഈ നടക്കുന്നത് എന്നൊരു ബോധം വേണേ. വഇൻ കുന്ത ഫീ ഇസ്സിൻ വഹിർസിൻ വമൻഅതി
ഫകം മാത മിൻ ഖൗമിൻ ഹുമൂമിൻ കഅംനഊ. നീ നല്ല ശക്തിയിലും നല്ല പ്രൊട്ടക്ഷനിലും നല്ല ആൾവലയത്തിലും നല്ല കരുത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നിന്നേക്കാൾ എത്ര കരുത്തന്മാര് മരിച്ചുപോയിട്ടുണ്ട്, എത്ര അംഗബലമുള്ള ആളുകൾ പോയിട്ടുണ്ട്, എത്ര കാവൽഭടന്മാരുള്ളവർ പോയിട്ടുണ്ട്. അതൊന്ന് ചിന്തിക്കണേ മനുഷ്യ. ഈ ആയത്ത് തെളിവെടുത്തിട്ട് അഹങ്കാരത്തിന്റെ ഒരു നടത്തവും അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു ഭാഷയും നീ സ്വീകരിക്കരുതെന്ന് പറഞ്ഞില്ലേ? വലാ തംശി ഫിൽ അർളി മറഹാ. ഈ ആയത്ത് തെളിവെടുത്തിട്ട് ഉലമാക്കള് പറഞ്ഞു, നൃത്തം ഹറാമാണ്, അഭിനയം ഹറാമാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ വിടരുതേ, അത് മത്സരിക്കാൻ വേണ്ടി വിടരുതേ. എത്ര വെങ്കലം കിട്ടിയാലും എത്ര സ്വർണം കിട്ടിയാലും എത്ര വെള്ളി നാണയം കിട്ടിയാലും ഉമ്മമാരെ വിട്ടേക്കരുതേ. അത് അഭ്യസിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അതിലുള്ള മാർക്ക് കൊണ്ട് മറ്റേതിന് മാർക്ക് കൂടുതലാന്നൊക്കെ പറയും. പക്ഷേ അല്ലാഹ് ഹറാമാക്കിയ ഒരു വിനോദം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മാർക്കും വേണ്ട, ഒരു വിജയവും വേണ്ട. എന്റെ വകയല്ല ഇമാം ഖുർത്തുബി തങ്ങളാ തെളിവ് പിടിച്ചത്. ഈ ആയത്തിൽ തെളിവുണ്ട്. കാരണം നൃത്തം എന്ന് പറയുന്നത് ഒരു അഹങ്കാരത്തിന്റെ, അഭിനയം എന്ന് പറയുന്നത് ആ രൂപത്തിലൊരു ശൈലിയല്ലേ. വലാ തംശി ഫിൽ അർളി മറഹാ. നിനക്ക് അങ്ങനെയും ഇങ്ങനെയൊക്കെ ചെയ്യാനും ആടാനും പാടാനൊക്കെ കഴിയുന്നല്ലേ. പരിധി വിട്ട സന്തോഷമാണ് മറഹ് എന്ന വാക്കിന് ഇമാം റാസി തങ്ങൾ നൽകിയ നിർദ്ദേശം. അഷദ്ദുൽ ഫറഹി, സാദാ സന്തോഷമല്ല, അതിര് കവിഞ്ഞ സന്തോഷം. അതൊരു മുഅ്മിന് ഈ ലോകത്ത് പറ്റുമോ? അതിര് കവിഞ്ഞ സന്തോഷത്തിന്റെ ലോകം ഇതല്ല. ആ ഒരു സന്തോഷത്തിന്റെ ലോകം വേറെ വരാനുണ്ട്. ഇത് വിനയത്തിന്റെ ലോകമാണ്, പരിമിതമായ സന്തോഷത്തിന്റെ ലോകമാണ്. പരിധി വിട്ടൊരു സന്തോഷം അത് ഇവിടെയല്ല സഹോദരങ്ങളെ. റഖ്സ് എന്ന വാക്കിന് തന്നെ കൂത്താട്ടം എന്ന അർത്ഥമില്ലേ? കൂത്താട്ടവും അതെ മറ്റുള്ള ആട്ടങ്ങളും, നൃത്തത്തിലുള്ള ആട്ടവും അല്ലാത്ത ആട്ടവും ഒക്കെ ഹറാമാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, എന്റെ ആയുഷ്കാലം മുഴുവനും ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുനാഥന്മാരുടെ സമീപത്ത് ഞാൻ കൂടിയിട്ടുണ്ട്. മാ ബാനലഹും സിന്നും മിനത്തബസ്സുമീ. ആ വലിയ വലിയ മശായിഖുമാര്, നേതാക്കള്, അവര് ചിരിച്ചിട്ട് അവരെ പല്ല് പോലും വെളിവായിട്ടില്ല. ഫളലൻ അനിൽ ലഹ്കി, പിന്നല്ലേ പൊട്ടിച്ചിരി ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, അവരത്രയും പേടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കുന്ന നടത്തത്തിൽ പവർ വേണ്ട, സ്റ്റൈല് വേണ്ട, ഇത് ഇന്നത്തെ സ്റ്റൈലാണെന്ന് തോന്നിക്കുന്ന മോഡല് വേണ്ട. വസ്ത്രം ധരിക്കുമ്പോഴും നീ സ്റ്റൈല് നോക്കണ്ട, നല്ല ഒരു രൂപഭാവമുള്ള വസ്ത്രം ധരിച്ചോ. ബൈനമാ റജുലുൻ യംശീ ഫീ മൻ കാന ഖബലകും, നിങ്ങളെ മുൻഗാമികളിൽ പെട്ട ഒരാള് നല്ല വസ്ത്രം ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞും നോക്കി അങ്ങനെ നടക്കുമ്പോ ഇത് ഖുസിഫ ബിഹിൽ അർളു, ഭൂമിയിലേക്ക് അല്ലങ്ങ് വലിച്ചു കൊണ്ടുപോയി. ഇപ്പോഴും അയാൾ താന്നുകൊണ്ടിരിക്കുകയാണെന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അഹങ്കാരത്തിന്റെ നോട്ടം വേണ്ട. നല്ല വസ്ത്രം ധരിച്ചിട്ട്, പുതുവസ്ത്രം ധരിച്ചിട്ട് ആയിഷ ബീവി ഒന്നിങ്ങനെ നോക്കി. വസ്ത്രത്തിലേക്ക് നമ്മളൊക്കെ നോക്കാറില്ല. നോട്ടം നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നീ നിന്റെ വസ്ത്രം നോക്കിയിട്ട് അതിന്റെ ചൊങ്കും ചൊറുക്കും നോക്കുമ്പോ ഇന്നല്ലാഹ ലൈസ ബിനാദിരിൻ ഇലൈക്, അല്ലാഹ് നിന്നിലേക്ക് നോക്കുന്നില്ല. അത് കേട്ടപ്പോ പേടിയായിട്ട് അത് വേഗം ഊരിയിട്ട് സ്വതക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ സ്വതക്ക് കൊടുത്തു നബിയെ, നിനക്ക് സ്വതക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളെ മറുപടി, അസാദാലിക്കി, അത് നിങ്ങൾക്ക് മാപ്പാകാൻ, പ്രായശ്ചിത്തമാകാൻ സാധ്യതയുണ്ട്, കാര്യമുണ്ട്. ഒരു വസ്ത്രം വാങ്ങിയിട്ടൊന്നിങ്ങനെ നോക്കിയപ്പോഴേ അത്തരത്തിലൊന്നും വേണ്ട, അങ്ങനെ ഒരു സ്വഭാവം വേണ്ട. ഒരിക്കലും തോന്നിപ്പണ്ട അയാളെ വസ്ത്രത്തെക്കാൾ എൻ്റെ വസ്ത്രം ഉഷാറുണ്ട് തോന്നണ്ട. അയാളുടെ ഉഷാറുണ്ട്, എൻ്റെ ഉഷാറുണ്ട്, നിന്നെക്കാളും ഒരു പക്ഷെ ഉഷാറ് ആളുടെ അങ്ങനെ എന്തിച്ചാൽ മതി. മറ്റേ അത് മോശ, ആർക്കും തോന്നിപ്പോണ്ട. സുബ്ഹാനല്ലാഹ്, മോഡലുള്ള വസ്ത്രങ്ങൾ പലതും വരും. ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മളെല്ലാരെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഒരിക്കലും തോന്നരുത്. മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പ്രത്യേകം പറയട്ടെ, നല്ല മോഡൽ കെട്ടുകളും മോഡൽ വസ്ത്രങ്ങളും വരുന്നു. നിങ്ങളെ ജുബ്ബയും കെട്ടുമൊക്കെ കണ്ടിട്ട് നമ്മൾ ഉസ്താദിന്റെ കെട്ട് മോശമാണെങ്കിലും നമ്മളെ കെട്ട് ഉഷാറാണെന്ന് തോന്നണ്ട, നമ്മളെ കെട്ട് നല്ല ഭംഗിയുണ്ട് തോന്നണ്ട.
നമ്മളെ കെട്ടിനെ ഭംഗിയുള്ളൂ, ഉസ്താദിന്റെ കെട്ട് പൊതിഞ്ഞിരിക്കുന്ന ശരീരത്തിന് വല്ലാത്തൊരു ഭംഗിയുണ്ട്. ആ ഭംഗി കിട്ടാനാണ് അധ്വാനിച്ച് ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ തുണി നോക്കിയിട്ട് ഉസ്താദിന്റെ തുണിയും നോക്കി, ഉസ്താദിന്റെ തുണി അതാ പറ്റ കുറവായിട്ടുണ്ടല്ലോ. നമ്മളെ തുണി കണ്ടിട്ട് എന്തൊരു സന്തോഷമുണ്ട്. നമ്മളെ തുണി പോലെ ഒത്തിരി തുണി ഉസ്താദിന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നരുത്. സുബ്ഹാനല്ലാഹ്, ആ തുണി മറച്ചിരിക്കുന്ന ഒരു ശരീരമില്ലേ, അതിന് ഇൽമിന്റെ അമലിന്റെ തഴമ്പുണ്ട്. ആ തഴമ്പാണ് വാരിക്കൂട്ടേണ്ടത്. നിങ്ങളുടെ തലപ്പാവും നിങ്ങളുടെ ജുബ്ബയും നിങ്ങളുടെ കന്തൂറയും നിങ്ങളുടെ കമീസും നിങ്ങളുടെ കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു മൊഞ്ചനായി വലുതായി ഹൈപ്പവറായി എന്ന് തോന്നിപ്പോകണ്ട. നല്ല പാന്റും സൂട്ടും കൂട്ടും ഇട്ടിട്ട് ഞാനിപ്പോ ഏറ്റവും നല്ല സന്തോഷത്തിലാണ്, എന്നെ പോലെ നാട്ടിലാരും വസ്ത്രം ധരിച്ചിട്ടില്ല തോന്നരുത്. വസ്ത്രം ധരിക്കുമ്പോഴേക്ക് തന്നെ പറയേണ്ടത് അങ്ങനെയല്ല, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹദാ വറസഖനീ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വാ. എന്റെ ഒരു കഴിവും ഇല്ലാതെ എന്റെ ഒരു ശക്തിയും ഇല്ലാതെ ഔദാര്യമായി വസ്ത്രം തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. എന്റെ കഴിവ് കൊണ്ട് വാങ്ങിയതല്ല, നീ തന്ന കഴിവ് കൊണ്ട് കിട്ടിയതാണ്. നടത്തത്തിനും ആ രൂപഭാവം സ്വീകരിക്കണം. നമുക്ക് പാകമായുള്ളൊരു നടത്തമില്ലേ, സന്തോഷത്തിന്റെ നടത്തമില്ലേ, നടത്തം നടക്കണം. സഹോദരിമാരെ, കൊഞ്ചിക്കുഴഞ്ഞ് ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള നടത്തം പാടില്ല. അത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ഒന്നാണ്. ആ നടത്തം സഹോദരിമാർക്ക് പാടില്ല. ആണുങ്ങൾ നടക്കുന്നൊരു നടത്തമുണ്ട്, ആണുങ്ങൾ നടക്കണം. ഇങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞാൽ നടത്തത്തിലുള്ളൊരു വിനയം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വിനയമാണ്. അത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ രൂപപ്പെട്ടു വരണം. വിനയം കാണിക്കേണ്ടത് അള്ളാഹുവിനല്ലേ. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ റഫഅഹുല്ലാഹ്, അല്ലാഹു അവനെ ഉയർത്തും. ആ വിനയമുള്ള ആള് ഏത് വണ്ടിയിലാ പോകുന്നതെങ്കിലും ഓന് നല്ല വിനയുണ്ടോ, അള്ളാഹു അവനെ ഉയർത്തും. ഫഹുവ ഫീ നഫ്സിഹി ഹഖീർ, അവൻ അവന്റെ സ്വന്തത്തിൽ നിസാരനാണ്. വ ഇൻദന്നാസി കബീർ, ജനങ്ങളെടുക്കൽ അവർ വലിയ ആളാണ്. കാരണം തവാളു കൊണ്ട് കിട്ടിയ വലുപ്പമാണ്. വമനിസ്തക്ബറ വലാഹുല്ലാഹ്, അഹങ്കാരിയായാൽ അല്ലാഹുവനെ താഴ്ത്തും. ഫഹുവ ഫീ നഫ്സിഹി കബീർ, സ്വന്തത്തിൽ അവൻ വലിയനാണ്. വ ഇൻദന്നാസി ഹഖീർ, ജനങ്ങളെടുക്കൽ നിസാരനാണ്. ഹത്താ ലഹു അബ്ഗദു ഇലൈഹിം മിനൽ കൽബി വൽ ഖിൻസീർ, നായയെക്കാളും പന്നിയെക്കാളും അവൻ അവരിലേക്ക് വെറുപ്പായവനാണ്. എനിക്ക് അത്യാവശ്യമുണ്ട് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തണ്ട, അവരോട് കുറവ് കാണിക്കണ്ട. എനിക്ക് അത്യാവശ്യം അല്ലാഹു ജീവിക്കാൻ എല്ലാ വകുപ്പും തന്നിട്ടുണ്ട്, എന്നാ പിന്നെ പരിഗണിക്കേണ്ടവരൊക്കെ പരിഗണിക്കണം. നമ്മളെക്കാൾ മേലുള്ളവരെയും പരിഗണിക്കണം, താഴുള്ളവരെയും പരിഗണിക്കണം. അതാണ് വിനയം. കണ്ടില്ലേ നിങ്ങള്, പാവപ്പെട്ട സ്വഹാബിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് എന്തൊരു വലിയ ഉയർച്ചയാണ് അല്ലാഹു കൊടുത്തത്. ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വാല അശ്റുകുൻ നസീബഹ അബാ ലഹബി. നല്ല തറവാട്ടുകാരനായിരുന്ന അബൂലഹബിനെ ശിർക്ക് പറ്റ തായോട്ട് താഴ്ത്തി. പാവമായി ജീവിച്ചിരുന്ന സൽമാനുൽ ഫാരിസി തങ്ങളെ അല്ലാഹു ഇസ്ലാമിലൂടെ മേലോട്ടുയർത്തി. ഒരു കാലത്ത് മദാഇന്റെ ഭരണാധികാരിയായ അമീറായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ കണ്ടപ്പോ ജനങ്ങളെല്ലാവരും ചിന്തിച്ചു, അല്ലാഹ് ഇത് വല്ലാത്തൊരു വിനയം തന്നെ, ഇൽമു കൊണ്ട് കിട്ടിയ വല്ലാത്ത വിനയമാണ്. മദാഇന്റെ അമീറായി നേതാവായി നടക്കുമ്പോ ഷാമിൽപ്പെട്ടൊരു മനുഷ്യൻ, ബനൂ തൈം ഗോത്രത്തിൽപ്പെട്ടൊരു മനുഷ്യൻ, അതാ ഒരു കൊട്ട അത്തിപ്പഴവുമായിട്ട് അയാളെങ്ങനെ വരുന്നുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ നടക്കുന്നുണ്ട്. ഇയാളടുത്ത് കുറെ വേറെയും വസ്തുക്കളുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ഇയാൾ ചോദിച്ചു, നീ ഇതൊന്ന് ഏറ്റിക്കൊണ്ടുവരണം എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക്. സൽമാനുൽ ഫാരിസി ആരാ? ആ നാട്ടിലെ അമീറാണ്, മദാഇന്റെ വലിയ അമീറാണ്, ആ നാട്ടിലെ വലിയ ഭരണാധികാരി. ഇങ്ങ് തന്നേ കൊട്ടാന്ന് പറഞ്ഞു. കൊട്ടയങ്ങ് വാങ്ങി ഏറ്റിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോ ജനങ്ങൾ കണ്ടപ്പോ ജനങ്ങൾ പറഞ്ഞു, ഹാദൽ അമീർ ജാഅൽ അമീർ, അമീർ വന്നു, നേതാവ് വന്നു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ലം ആരിഫ്ക, എനിക്കറിയില്ലായിരുന്നു, കൊട്ട ഇങ്ങോട്ട് തിരിച്ചു തരുമോ?
നിങ്ങളിൽ നിന്ന് കൊട്ട വാങ്ങിയത് ഞാൻ അമീറാണെന്ന് അറിയിക്കാനല്ല. ഈ കൊട്ട വാങ്ങുമ്പോ എന്റെ മനസ്സിലൊരു നിയ്യത്തുണ്ട്, നിങ്ങളെ വീട്ടിൽ വരെ എത്തിച്ച് നിങ്ങളെ സഹായിക്കലാണ്. എത്ര ചോദിച്ചാലും കൊട്ട തരൂല. ജനങ്ങളോട് അയാൾ ചോദിക്കുന്നത് ആരാണ് ആളുകൾ പറയുന്നു നിങ്ങൾക്ക് ആളറിയില്ലേ, ഹാദാ സൽമാനുൽ ഫാരിസി സ്വാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബായ സൽമാനുൽ ഫാരിസി തങ്ങളാണ്. തങ്ങൾ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സൽമാനു മിന്നാ, സൽമാൻ ഫാരിസി തങ്ങൾ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ ഹദീസ് വിശദീകരിച്ച ചില പണ്ഡിതന്മാർ പറഞ്ഞു അഹ്ലു ബൈത്തിൽ ഒരു സ്ഥാനം സൽമാൻ അൽ ഫാരിസി തങ്ങൾക്കുണ്ട്. ആ പരമ്പരയിൽ വന്നാളോ മറ്റൊന്നുമല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെഷ്യലായി കൊടുത്തൊരു സ്ഥാനമാണ്. അത്രയും വലിയ സ്ഥാനമാന ബഹുമാനമുള്ള മഹാൻ എന്തൊരു വിനയ കാണിക്കുന്ന സാധുവായ മനുഷ്യനോട്. നിങ്ങളെ ഞാൻ അറിയില്ലായിരുന്നു, നിങ്ങൾ ഇത്രയും വലിയ സ്ഥാനമുള്ള ആളെ അറിയില്ലായിരുന്നു, ആ കൊട്ടം കൊണ്ട് തരുമോ? കൊട്ട തരൂല. ആഫാക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് സുഖം നൽകട്ടെ, നിങ്ങളെ വീട്ടിലെത്തിച്ചിട്ട് ഞാനിത് ഇറക്കിത്തരാം. അയാളെ വീട് വരെ കൊട്ടയേറ്റിപ്പോയി, വീട്ടിലങ്ങ് എത്തിച്ചു കൊടുത്തു. ഇതായിരുന്നു എന്റെ നിയ്യത്ത്. ഇത് നിങ്ങൾ കൊട്ട തരുമ്പോൾ തന്നെയുള്ള നിയ്യത്താണ്, ഇതിന് മാറ്റമില്ല. നല്ല വിനയം കാണിക്കണം. നമ്മളെത്ര വലിയവരാണെങ്കിലും വിനയം കാണിക്കേണ്ട എല്ലാ ആളുകളോടും വിനയം കാണിക്കണം. മുതിർന്നവരോട് എപ്പോഴും ബഹുമാനം കാണിക്കണം. മൂത്ത ആളുകൾ എത്ര കഴിവ് കുറഞ്ഞവരാണെങ്കിലും അവരെ ബഹുമാനിക്കണം. ബാപ്പമാരോട് ഉമ്മമാരോട് ബഹുമാനം കാണിക്കണം. വിനയം കാണിക്കേണ്ട എല്ലാവരോടും വിനയത്തോടെ സംസാരിക്കണം. ഉസ്താദുമാര് പഴയകാലത്ത് നമ്മളെ പഠിപ്പിച്ചവര് ഇപ്പൊ അവർക്ക് ദർസൊന്നുമില്ല, ഇപ്പൊ അവർക്ക് മദ്രസയൊന്നുമില്ല, ഇപ്പൊ അവർ കച്ചവടത്തിലാണ്. എന്നാലും ബഹുമാനം കുറയരുത്, വിനയം കുറയരുത്, സ്നേഹം കുറയരുത്. എന്നും അവർ നമ്മുടെ ഉസ്താദ് എന്ന പൊസിഷനിൽ തന്നെയാണ്. അവരോട് കാണിക്കേണ്ട സ്നേഹവും ബഹുമാനവും എപ്പോഴും നിലനിർത്തണം. അതുകൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് ഖൈർ തരുന്നത്, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് മഹത്വം തരുന്നത്. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹാ. ഇപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അതിൽ ദുഷിച്ചതില്ലേ, അള്ളാന്റെ അടുക്കൽ മക്റൂഹൻ വെറുപ്പാക്കപ്പെട്ട കാര്യമാണ്. 25 കാര്യങ്ങളാണ് എണ്ണിപ്പറഞ്ഞത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു മുതൽ ഇദാ സൂറത്തുൽ ഇസ്രാഇന്റെ 37-ാമത്തെ ആയത്ത് വരെ 25 കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. അതിൽ സഹോദരങ്ങളെ കൽപ്പനകളുണ്ട്, വിരോധനകളുണ്ട്. 14 കാര്യങ്ങൾ അല്ലാഹു വിരോധിച്ചതാണ്, 11 കാര്യങ്ങൾ അല്ലാഹു തആല കൽപ്പിച്ചതാണ്. അതേ, ഈ സ്വഭാവങ്ങൾ ചെറുതല്ല, ഇത് നമ്മൾ സ്വീകരിക്കേണ്ട വലിയ തത്വജ്ഞാനമാണ്. ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ. നബിയെ, ഈ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു തങ്ങൾക്ക് വഹി അറിയിച്ച ഹിക്മത്തിൽപ്പെട്ടതാണ്. വലാ തജഅൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ സ്ഥാപിക്കരുത്. അങ്ങനെ സ്ഥാപിച്ച് ശിർക്ക് ചെയ്താൽ ഫതുൽഖാ ഫീ ജഹന്നമ, ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടും. മലൂമൻ മദ്ഹൂറാ, എന്നെന്നും ആക്ഷേപിക്കപ്പെട്ടവനായി, അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് ദൂരത്താക്കപ്പെട്ടവനായി. നേരത്തെ പറഞ്ഞ ഒരു കാര്യം അവസാനം ഒന്നുകൂടി ആവർത്തിച്ചതാണ്. ഈ 22-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അതേ കാര്യം അവസാനം ഒന്നുകൂടി അള്ളാഹു ഊന്നി പറഞ്ഞത്. തൗഹീദിനാണല്ലോ ഏറ്റവും വലിയ വിലയുള്ളത്, ഏറ്റവും വലിയ നിലവാരമുള്ളത്. അതെപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നും തത്വോപദേശങ്ങൾ മുഴുവനും സ്വീകരിച്ച് ജീവിതം നന്നാക്കണമെന്നും പഠിപ്പിച്ചതാണ്. അല്ലാഹു നമ്മളെ നല്ലവരിൽ ചേർത്തി തരട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ.